Afternoon all. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ കഴിഞ്ഞ ഒരു പുതിയ ചാപ്റ്റർ നമ്മൾ പറഞ്ഞായിരുന്നു, വെന്റിലേറ്റർ. എല്ലാവരും കൈവശം ഉണ്ടല്ലോ അല്ലെ? വെന്റിലേറ്റർ ചാപ്റ്റർ 30 വെന്റിലേറ്റർ എടുത്തു വെക്കുക. ഓക്കെ, നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന ക്ലാസ് വെന്റിലേറ്റർ ആണ്. എല്ലാവരും കയ്യിലുണ്ടല്ലോ അല്ലേ വെന്റിലേറ്റർ? മാം മൊഡ്യൂൾ 1 ആണോ ഇത്? ചാപ്റ്റർ 13 വെന്റിലേറ്റർ അല്ല എടുക്കുന്നത്, ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ് എടുക്കുന്നത്. നിങ്ങളൊന്ന് മൊഡ്യൂൾ 2 ചാപ്റ്റർ 30 നോക്കി. മൊഡ്യൂൾ 2 മൊഡ്യൂൾ 2 ചാപ്റ്റർ 30. കിട്ടിയോ? അതെ, ചാപ്റ്റർ 30. ഇവിടെ നമ്മള് മൊഡ്യൂൾ 1 ചിലർക്ക് എന്താ പറയണ മൊഡ്യൂൾ 2 കിടക്കുന്നുണ്ട്. അത് എന്തായാലും നിങ്ങള് ചാപ്റ്റർ നോക്കാം, അതിന്റെ പേര് നോക്കാം, വെന്റിലേറ്റർ. അത് മാറിയിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് 15 എടുക്കണത്. ഫാർമസി 30 ഫാർമസിയിലാണ് കിടക്കുന്നത്. അതെ, ചാപ്റ്റർ 15 ആയിട്ടാണ് എടുക്കുന്നത്. മൊഡ്യൂൾ 1 ചാപ്റ്റർ 14 വരെ ഉണ്ട്, പക്ഷെ വെന്റിലേറ്റർ എന്നുള്ള ചാപ്റ്റർ ഞാൻ പറഞ്ഞില്ല, മൊഡ്യൂൾ 2 ഉണ്ടോ കയ്യില്? ഉണ്ട്. അതില് ചാപ്റ്റർ 30 എടുത്ത് നോക്കി. പേജ് നമ്പർ പറയുന്നുണ്ട് 115, 115. അത് ഉദ്ദേശിച്ചാൽ മതി, സ്ലോയിലെ ക്ലാസ് തുടങ്ങുള്ളൂ. നോക്കാം. 115 മൊഡ്യൂൾ ചിലർക്ക് ചാപ്റ്റർ 30 ആയിട്ടാണ് കിടക്കുന്നത്. മൊഡ്യൂൾ 2 ചിലർക്ക് വെന്റിലേറ്റർ എന്താ പറയുക മൊഡ്യൂൾ 1 30 ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കേണ്ടതാണ്. ചാപ്റ്റർ 13 ആയിട്ട് 13 ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് വെന്റിലേറ്റർ. അപ്പൊ അത്യാവശ്യം വില മറ്റുള്ളവർക്കും കിട്ടിക്കാണും അല്ലേ? ഇപ്പൊ സമയം എടുത്ത് നോക്കിയാലും മതി. എന്താ പറയാ, ചാപ്റ്റർ 115 പേജ് നമ്പർ കൂടി പറഞ്ഞിട്ടുണ്ട്. 115 ഇതിലാണ് വെന്റിലേറ്റർ കിടക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെയാ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ? കുഴപ്പമൊന്നുമില്ലാത്ത ചാപ്റ്റർ അല്ലേ? അത് വായിച്ചു നോക്കിയില്ലേ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോ നമുക്ക് അതുമാതിരത്തെ തന്നെ ഒരു ചാപ്റ്റർ ആണ് എന്താ വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ. വളരെ സിമ്പിൾ തന്നെയാണ്, നമുക്ക് അത്യാവശ്യം വായിച്ചാലൊക്കെ മനസ്സിലാവുന്നതാണ്. നമുക്ക് ക്ലാസ് തുടങ്ങാനായിട്ട് മുമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം. നമുക്ക് ക്ലാസ് തുടങ്ങാം. വെന്റിലേറ്റർ അത്യാവശ്യം എല്ലാവരുടെ കയ്യിൽ കിട്ടിക്കാണും അല്ലെ? വെന്റിലേറ്റർ മൊഡ്യൂൾ ഇൻ കേസ് മൊഡ്യൂൾ 1 ചാപ്റ്റർ 13 വെന്റിലേറ്റർ ഇല്ലാത്തവരെ നോക്കാം. മൊഡ്യൂൾ 2 ചാപ്റ്റർ 30 ആയിട്ട് 115 പേജ് നമ്പർ 115 15ാമത്തെ പേജായിട്ട് എന്താണ് നമ്മുടെ വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അതെടുക്കുക. പിന്നെ നമുക്ക് ക്ലാസ് തുടങ്ങാം. എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെ വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്റർ ആണ് എന്താ വെന്റിലേറ്റർ. നമ്മള് ചിലയിടത്താണെങ്കിലും ചില വ്യക്തികളെങ്കിലും
വെന്റിലേറ്ററിൽ കിടത്തിയ എക്സ്പീരിയൻസ് ചിലരെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വെന്റിലേറ്ററിൽ എന്താ പറയുക കിടത്തിയിരിക്കുന്ന സ്റ്റേജ് നമ്മൾ പറഞ്ഞല്ലേ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതില് പ്രധാനമായിട്ടും വെന്റിലേറ്റർ എന്ന സൗകര്യം ശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം അതുകൊണ്ട് നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഇന്നത്തെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നത്. ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുന്നത് നോക്കാം. മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ് വർക്ക്. It can be a life-saving machine if the patient is in a condition that makes it hard to breathe properly or when cannot breathe at all. അതായത് നമ്മുടെ വെന്റിലേറ്റർ മെഷീൻ എന്ന് പറയുന്ന അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്സിന്റെ വർക്കിനെ ഒരു അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഘടകം. അതായത് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പേഷ്യന്റിന് സ്വമേധയെ കഴിവില്ലാതെ വരുമ്പോൾ ശ്വാസം എടുക്കാനായിട്ട് അനുവദിക്കുന്ന എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ് ഇത് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ലൈഫ് സേവിംഗ് മെഷീൻ. അതുകൊണ്ട് തന്നെ നമുക്കറിയാലോ ജീവൻ നിലനിർത്താൻ നമുക്ക് ശ്വാസം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ലൈഫ് സേവിംഗ് മെഷീൻ എന്ന രീതിയിലാണ് നമ്മുടെ വെന്റിലേറ്റർ മെഷീനെ അറിയപ്പെടുന്നത്. ഇഫ് ദ പേഷ്യന്റ് ഈസ് ഇൻ എ കണ്ടീഷൻ ദാറ്റ് മേക്സ് ഇറ്റ് ഹാർഡ് ടു ബ്രീത്ത് പ്രോപ്പർലി ഓർ വെൻ കാനോട്ട് ബ്രീത്ത് അറ്റ് ഓൾ. അതായത് അവർക്ക് ശ്വാസം എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ, ബ്രീത്ത് പ്രോപ്പർലി നല്ല സാധാരണ രീതിയിൽ ശ്വാസം എടുക്കാനായിട്ട് ഹാർഡായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കാനോട്ട് ബ്രീത്ത് ആയിട്ടുള്ള എല്ലാ സമയത്തും ഒരേപോലെ തന്നെ സാധാരണ രീതിയിൽ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് എന്ത് ഈ വെന്റിലേറ്റർ മെഷീന് എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇനി വെന്റിലേറ്റർ ഹെൽപ്സ് ടു പമ്പ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ് so the body can get the oxygen it requires. ഇതിലെന്താ പറയുന്നത്, വെന്റിലേറ്റർ എന്താ ചെയ്യുന്നത്, ശരിക്കും എയർ പമ്പ് ചെയ്യുന്നു നമ്മുടെ ശ്വാസത്തിലേക്ക്, ശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എയർ പമ്പ് ചെയ്യുന്നു. ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ് അല്ലെ, നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ എടുത്തതിന് ശേഷം കാർബൺ ഡയോക്സൈഡ് നമുക്ക് പുറന്തള്ളേണ്ടതായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ഔട്ട് പുറത്തേക്ക് തള്ളുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ വെന്റിലേറ്റർ മെഷീന് ഉപയോഗിക്കുന്നത്. സോ ദ ബോഡി ക്യാൻ ഗെറ്റ് ദ ഓക്സിജൻ ഇറ്റ് റിക്വയർസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എത്രത്തോളം ഓക്സിജൻ ആവശ്യമാണ്, റിക്വയർസ് എന്ന് പറഞ്ഞാൽ ആവശ്യകതമായ എത്രത്തോളം ഓക്സിജന്റെ ആവശ്യകതയുണ്ട് അത്രയും എത്തിക്കാനായിട്ട് എന്ത് വെന്റിലേറ്റർ മെഷീൻ ഉപയോഗിക്കുന്നത്. ഓർ ഇഫ് ദ പേഷ്യൻസ് കണ്ടീഷൻ ഈസ് മോർ ക്രിട്ടിക്കൽ എ ബ്രീത്തിങ് ട്യൂബ് മേ ബി പ്രസ്ഡ് ഡൗൺ ടു ദ the patient may wear a befitting mask to help get oxygen from the ventilator into the lungs. ഇതിലെന്താ പറയുന്നത്, നമ്മുടെ പേഷ്യന്റ് വലിയ പ്രശ്നമില്ലാത്ത പേഷ്യന്റ് അല്ലെ, നമുക്കറിയാം ചിലപ്പോൾ ക്രിട്ടിക്കലി സ്റ്റേജിലായിട്ടുള്ള പേഷ്യന്റ് ഉണ്ടാവും, ചിലപ്പോൾ സാധാരണ രീതിയിലുള്ള പേഷ്യൻസും ഉണ്ടാവും അല്ലെ, വലിയ പ്രോബ്ലം ഇല്ലാതെ സാധാരണ രീതിയിൽ ശ്വാസം എടുക്കാനൊക്കെ പറ്റും. പക്ഷെ ചിലപ്പോ അത്രയും ഡൗൺ ആയിട്ടുണ്ടാവില്ല, എന്നാൽ ചിലപ്പോൾ സപ്പോർട്ടിന്റെ എന്തെങ്കിലും അത്രയും എന്താ പറയുക ഫ്രീ ആയിട്ട് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കുള്ള പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ് നമ്മുടെ ഒരു മാസ്ക് ഫിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി ഫിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇപ്പൊ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അതല്ലെങ്കിൽ അടർത്തി പ്രായമുള്ളവരാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് അനുയോജ്യമായ മാസ്ക് അല്ലെ, ഓരോരുത്തർക്കും ആ മാസ്ക് പ്രത്യേകത ഉണ്ടാവും, വലിയവരുടെ മാസ്ക് ചെറിയ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് അനുയോജ്യമായ മാസ്ക് ഉപയോഗിച്ചിട്ട് വെന്റിലേറ്ററിന്റെ സൗകര്യം ഉപയോഗിക്കാവുന്നതാണ്. പേഷ്യന്റ് മേ വെയർ എ ബിഫിറ്റിംഗ് മാസ്ക് to help get oxygen from the ventilator into the lungs. Lungs-ലേക്ക് ഓക്സിജൻ വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. Or if the patient condition is more critical, a breathing tube may be pressed down to the throat to supply lungs with the oxygen. In case അത് കൂടുതൽ അല്ലെ ക്രിട്ടിക്കൽ സ്റ്റേജസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ അവർക്ക് എന്താണ് ഈ ട്യൂബ് ഉപയോഗിച്ച് സാധാരണ രീതിയിലുള്ള മാസ്കിന് പകരം ട്യൂബ് ഉപയോഗിക്കേണ്ടി വരാം അല്ലെ. അവർക്ക് ചിലപ്പോൾ നോസിലൂടെയോ മൗത്തിലൂടെയോ ഒക്കെ സാധാരണ രീതിയിൽ മാസ്ക് ഉപയോഗിച്ചിട്ട് ശ്വാസം എടുക്കാനായിട്ട് കഴിവില്ലാതെ വരാം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് എന്താണ് ട്യൂബ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഓക്സിജൻ ഇതേമാതിരി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അത് ചിലപ്പോൾ നടപ്പാക്കുന്നത് എന്താണ്, ചിലപ്പോൾ ത്രോട്ടിലൂടെയൊക്കെ ട്യൂബിൽ കടത്തിവിട്ടിട്ടായിരിക്കും, അതായത് നമ്മുടെ കഴുത്തിലൂടെയൊക്കെ ഒരു ട്യൂബൊക്കെ കടത്തിവിട്ടിട്ടാണ് വെന്റിലേറ്ററിന്റെ സൗകര്യം അവർക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മള് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനില് എന്താണ് വെന്റിലേറ്റർ എന്നുള്ളത്, എന്താണ് വെന്റിലേറ്റർ കൊണ്ടുള്ള ഉപയോഗം അല്ലെ, അത് ഓക്സിജൻ കൊടുക്കുന്ന പേഷ്യന്റിന് ആവശ്യമായ ഓക്സിജൻ സാധാരണ രീതിയിൽ ശ്വാസം എടുക്കാൻ പറ്റാത്ത വരുന്ന സ്റ്റേജില്
ഓക്സിജൻ കൊടുക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ്. അതേപോലെ തന്നെ ഇത് വ്യത്യസ്ത രീതിയിൽ, അതായത് 2 രീതിയിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ മാസ്ക് ഉപയോഗിച്ചിട്ടാണെങ്കിലും അതല്ലെങ്കിൽ ട്യൂബ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും അങ്ങനെ കൊടുക്കുന്ന രീതിയാണെങ്കിൽ, മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഫിറ്റിംഗ് അതൊക്കെ മാച്ച് ആയിട്ടുള്ള മാസ്ക് ഉപയോഗിക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ത്രോട്ട് ഉപയോഗിച്ചിട്ടാണ് ട്യൂബ് ഉപയോഗിച്ച് വെന്റിലേറ്ററിന്റെ മെഷീൻ ഉപയോഗപ്രദമാക്കുന്നത്. A ventilator is also known by other name. They are a breathing machine, mechanical ventilation. നമ്മൾ പറഞ്ഞ മാതിരി നേരത്തെ പറഞ്ഞ മാതിരി ബ്രീത്തിങ്, നമ്മുടെ ശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് എന്താണ്? ബ്രീത്തിങ് മെഷീൻ, മെക്കാനിക്കൽ മെഷീൻ, വെന്റിലേഷൻ. അതായത് ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഈ സൗകര്യം തരുന്നത്. അതുകൊണ്ട് മെക്കാനിക്കൽ വെന്റിലേഷനിലും ഇതിനെ പറയാവുന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെയാണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സം ഓഫ് ദ ഹെൽത്ത് കണ്ടീഷൻസ് ദാറ്റ് മേ റിക്വയർ വെന്റിലേറ്റേഴ്സ്. എന്തൊക്കെയാണ്? ചില ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാവും, നമുക്ക് വെന്റിലേറ്റർ യൂസ് ചെയ്യേണ്ട ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഹെൽത്ത് കണ്ടീഷൻസ് ഉപയോഗിക്കുന്നത്, അല്ലെ? നമ്മുടെ വെന്റിലേറ്ററിന്റെ സഹായം തേടുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് കണ്ടീഷൻസ് ക്യാൻ ലീഡ് ടു ഡിഫിക്കൽറ്റി ഇൻ ബ്രീതിങ് സജസ്. നമുക്ക് ഡിഫിക്കൽറ്റി, അല്ലെ, ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്ന കണ്ടീഷൻസ് വ്യത്യസ്തമാണ്. ഡിഫറെന്റ് ടൈപ്സ് ആണ്, വ്യത്യസ്തമാണ്. സജസ് അതായത് ഇതൊക്കെ നോക്കാം. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ഒരു ഫസ്റ്റ് വൺ പറയുന്നത് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അതായത് അത് സാധാരണയായിട്ട് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ വരുന്നതാണ്. അതായത് അവർക്ക് ശ്വാസം എടുക്കാനായിട്ടുള്ള ആ ഒരു ശേഷിക്കുറവ്, അതായത് അത് ആ ഇൻഫെക്ഷൻ വന്നിട്ട് അവർക്ക് അതിനുള്ള സാധാരണ രീതിയിൽ ശ്വാസം വലിച്ചെടുക്കാനുള്ള ശേഷിയില്ലാത്ത ഒരു അവസ്ഥയാണ് എന്താ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെയാണ് എന്ത് വെന്റിലേറ്റർ യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം പറയുന്നത്. Then a chronic obstructive pulmonary diseases with low oxygen saturation. അതായത് നമ്മൾ എന്താ പറയുക, സാധാരണ മലയാള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം മുട്ടുണ്ടാകുന്ന അവസ്ഥ, അല്ലെ? അതാണ് COPD പറയുന്നത്. അതായത് അവർക്ക് ശ്വാസം മുട്ട് വരുമ്പോൾ എന്താണ്, സാധാരണ രീതിയിൽ ശ്വാസം വലിച്ച് മതിയായ രീതിയിൽ അവർക്ക് ഓക്സിജൻ ശരീരത്തിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതാണ് പറയുന്നത് ഇത് ലോ ഓക്സിജൻ സാച്ചുറേഷൻ. അതായത് ശ്വാസം മുട്ടുള്ളവർക്ക് ശ്വാസം വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അവർക്ക് ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ എത്തിക്കാനായിട്ട് സാധിക്കില്ല. അതാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്, അതായത് COPD ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അതായത് ശ്വാസം മുട്ടുള്ള വ്യക്തികൾ ഉദ്ദേശിക്കുന്നതാണ്. അവർക്ക് ഓക്സിജന്റെ അളവ് കുറച്ച് അളവ് വലിച്ചെടുക്കാനായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള കൂടുതൽ ശ്വാസം മുട്ട് വരുന്ന അവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി ശ്വാസം എടുക്കേണ്ട അവസ്ഥ വരാം. പിന്നെ ആസ്മ, നിത്യേന നമ്മൾ കേൾക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെ? ആസ്മ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവർക്ക് ആ ടൈമിൽ ആസ്മ വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് മൊമെന്റ് ആയിരിക്കും, കുറച്ച് ടൈം ആയിരിക്കും. പക്ഷെ ആ ടൈമിൽ ഇവർക്ക് നേരാവണ്ണം ശ്വാസം വലിച്ചെടുക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ വരാം. ആ ടൈമിൽ വെന്റിലേറ്റർ യൂസ് ചെയ്യും. ദെൻ ബ്രെയിൻ ഇഞ്ചുറി, അതായത് ബ്രെയിനിൽ എന്തെങ്കിലും ഡാമേജസ്, അല്ലെ, നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട മുറിവുകൾ സംഭവിക്കുമ്പോൾ, എന്തെങ്കിലും ക്ഷതങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് എന്താണ് അവർക്ക് നോർമലി ശ്വാസം എടുക്കേണ്ട ഫംഗ്ഷൻ ഒന്നും ഓട്ടോമാറ്റിക്കലി അവർക്ക് വർക്ക് ചെയ്യാം, അല്ലെ? നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ എന്ത് ചെയ്യാനുള്ള പ്രവൃത്തി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ആ ബ്രെയിൻ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ ഇവർക്ക് ഓട്ടോമാറ്റിക്കലി ശ്വാസം എടുക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും. അങ്ങനെയുള്ള ടൈമിലും എന്താ വെന്റിലേറ്റർ യൂസ് ചെയ്യും. പിന്നെ കാർഡിയക് അറസ്റ്റ്, നമുക്ക് ഹൃദയാഘാതം പോലെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നെഞ്ചുവേദനയും ഭയങ്കര വേദനയെ നമുക്ക് ഫേസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരാം. അങ്ങനെയുള്ള ടൈമിലൊക്കെ, അല്ലെ? ഈ ടൈമുകളിലൊക്കെ നമ്മൾ പറയില്ലേ, ബ്രെയിൻ ഇഞ്ചുറീസും അറ്റാക്ക് ഒക്കെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് വെച്ചാൽ അവർക്ക് വെന്റിലേഷന്റെ സൗകര്യത്തോടു കൂടിയിട്ട് ചികിത്സ നടപ്പാക്കിയിട്ട് ഈ ആരോഗ്യമുള്ള വ്യക്തികളാക്കി മാറ്റുന്ന ഒരവസ്ഥയാണത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമയങ്ങളിലെല്ലാം വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും എന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കാം. then pneumonia related with viral or bacterial infections, അല്ലെ? നമ്മളെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ന്യൂമോണിയ പോലത്തെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ് ശ്വാസം സാധാരണ രീതിയിൽ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി, അല്ലെ, അവർക്ക് അതിനുള്ള ആ ഒരു ശേഷി ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥയിലും വെന്റിലേറ്ററിന്റെ സൗകര്യം ആവശ്യമായിട്ട് വരും. then collapsed lungs, നമുക്ക് സാധാരണ രീതിയിൽ എന്താ പറയുക, നമ്മുടെ ലങ്സ് നല്ല രീതിയിൽ പ്രവർത്തിക്കാതെ അവർക്ക് ശേഷിക്കുറവ് ഉണ്ടാവുന്ന അവസ്ഥ, എനിക്ക് ഒരുപാട് സംഭവിക്കുന്ന ലങ്സുകളൊക്കെ സംഭവിച്ചാൽ അത് നമുക്ക് സാധാരണ രീതിയിൽ ശ്വാസം വലിച്ചെടുക്കാൻ സാധിക്കാതെ വരും.
സ്ട്രോക്ക് നമുക്കറിയാം ഒരു രീതിയിൽ എന്താ പറയുക, ഒരു വശം തളർന്നു പോകുന്ന കാലാവസ്ഥ അല്ലെ. അപ്പൊ ആ വശത്തേക്ക് രക്തം കട്ട പിടിച്ചിട്ട് സാധാരണ രീതിയിൽ ഈ വ്യക്തിക്ക് അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇതിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അപ്പോഴും ഇവർക്ക് ശ്വാസം നേരാവണ്ണം വലിച്ചെടുക്കാനായിട്ട് അറിയാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ വെന്റിലേറ്റർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കോമ ലോസ് കോൺഷ്യസ്നെസ് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ് അല്ലാതെ അല്ലെ അബോധാവസ്ഥയിലാവുന്ന അവസ്ഥയിൽ വെന്റിലേറ്ററിന്റെ സൗകര്യത്തോട് കൂടിയിട്ട് ശ്വാസം നിലനിർത്തേണ്ടതായിട്ട് വരും. ഡ്രഗ് ഓവർഡോസ്, അതായത് മയക്കുമരുന്ന് പോലെയുള്ള ഡ്രഗുകളൊക്കെ കഴിക്കുമ്പോൾ അത് കൂടുതലായിട്ട് നമ്മുടെ അബോധാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അബോധാവസ്ഥയിലേക്ക് ആക്കുകയാണ് എങ്കിൽ അവർക്ക് ശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ട് വെന്റിലേറ്ററിന്റെ സഹായം വരും. പിന്നെ ഹൈപ്പർകാണിക് റെസ്പിറേറ്ററി ഫെയിലിയർ, അതായത് ഇതില് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു നമ്മുടെ ശ്വാസത്തിന് ഒരു താളമുണ്ട് അല്ലെ, ശ്വാസം എടുക്കാനൊക്കെ ആയിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ട്. അപ്പൊ സാധാരണ രീതിയിൽ ഓക്സിജൻ വലിച്ചെടുത്തിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്ത് തള്ളേണ്ട ഒരു അവസ്ഥ, അത് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുള്ള ഫെയിലിയർ ആണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മുടെ അത്തരത്തിലുള്ള വെന്റിലേറ്ററിന്റെ സൗകര്യം ആവശ്യമാണ്. ലങ് ഇൻഫെക്ഷൻ, നമ്മുടെ ശ്വാസകോശത്തെ ലങ്സുകൾക്കൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് എന്തെങ്കിലും അതുകൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് വെന്റിലേറ്ററിന്റെ സൗകര്യം ആവശ്യമാണ്. മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില വ്യക്തികൾക്ക് നമുക്കറിയാം, ചിലർക്ക് കണ്ണ് തുറക്കാനോ വയ്ക്കാനോ ഒക്കെ അതിൻ്റെതായ ചില വ്യക്തികളൊക്കെ എന്താ പറയുക പേശികളുടെ ബലക്കുറവെന്ന് പറയാനായിട്ടുണ്ട്. അവർക്ക് ചില പേശികൾക്കൊന്നും ഓട്ടോമാറ്റിക്കലി ഇവർക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് ശ്വാസം എടുക്കാൻ അവരുടെ പേശികളൊക്കെ എപ്പോഴും ഡൗൺ ആയിരിക്കും, അവർക്ക് മസിൽസിനൊന്നും ആരോഗ്യം ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥയിൽ ഈ ശ്വാസം എടുക്കാനുള്ള പേശികൾക്കും ശേഷിയില്ലായ്മ ഉണ്ടാവും. അത്തരത്തിലുള്ള അവസ്ഥയിലൊന്നും ഇത് നമ്മൾക്ക് വെന്റിലേറ്ററിന്റെ ആവശ്യം വരും. ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ്, അതായത് പേഷ്യൻസിന്റെ ബ്ലഡിൽ അല്ലെ, നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മുടെ എല്ലാവരും ബ്ലഡില് എന്തുണ്ട്, നമ്മുടെ ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോകാനായിട്ട് കുറെ കലകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ കലകളെല്ലാം കറക്റ്റ് കൗണ്ടിലൊക്കെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ മതിയായ ഓക്സിജനെ ശരീരത്തിലേക്ക് വഹിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിനെന്തെങ്കിലും ഇൻഫെക്ഷൻസ് ബാധിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും അണുക്കളൊക്കെ നിറഞ്ഞ് ബ്ലഡ് ഫ്ലോ നല്ലതല്ലാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഓക്സിജനെ കറക്റ്റ് ആയിട്ട് അതിനെ വഹിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ വെന്റിലേറ്ററിന്റെ സൗകര്യം ആവശ്യം വരും. അപ്പർ സ്പൈനൽ കോഡ് ഇഞ്ചറീസ്, അറിയാം സ്പൈനൽ കോഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ബോഡിയില്. അപ്പൊ അതിന് സ്പൈനൽ കോഡിന് മുകളിലുള്ള അപ്പർ ആയിട്ടുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലും ഇഞ്ചറീസ് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാലും എന്താണ് നമ്മുടെ പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രിമേച്ചർ ലങ് ഡെവലപ്മെന്റ് നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് അല്ലെ, കുട്ടികളുടെ വളർച്ച എത്തുന്നതിന് മുമ്പുള്ള ഡെലിവറി സംഭവിക്കുമ്പോൾ അവർക്ക് ശ്വാസകോശവുമായിട്ടുള്ള വളർച്ച അവർക്കും വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അത്തരം സംഭവങ്ങളിൽ എന്താണ് നമുക്കറിയാം, അവരെന്ത് ചെയ്യും, വെന്റിലേറ്റർ സൗകര്യത്തോടു കൂടി വളർച്ച പൂർണ്ണമാകുന്നത് വരെയും കുട്ടികളെയൊക്കെ വെന്റിലേറ്റർ സൗകര്യത്തോടു കൂടിയിട്ട് ശ്വാസത്തിനുള്ള അസിസ്റ്റ് ഒക്കെ ചെയ്തതിനു ശേഷം വളർച്ച എത്തുന്നതിന് ശേഷം അവർ വെന്റിലേറ്ററിന്റെ ആ ഉപയോഗം നിർത്തലാക്കും. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേജുകളിലെല്ലാം തന്നെ എന്താണ് നമ്മൾ വെന്റിലേറ്റർ മെഷീന് യൂസ് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന അവസ്ഥകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കുറച്ച് അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണാം. ഓക്കെ, ശരിയാണ് എന്നുള്ള മൈൻഡിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. ചില വേർഡ്സുകൾ നിങ്ങൾ ക്ലിയറായിട്ട് കേട്ട വേർഡ്സുകളായിരിക്കും. നോക്കാം, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, ചെറിയൊരു പഠനമാണ്, നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. കോളാപ്സ്ഡ് ലങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തകർന്ന ശ്വാസകോശം എന്നാണ് ഉദ്ദേശിച്ചത്. തകർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും കേടുപാട് സംഭവിച്ചു എന്നുള്ള മീനിങ് തന്നെയാണ് ഉദ്ദേശിച്ചത്, തകർന്ന ലങ്സുകൾ. ഞാൻ ഇൻഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റി പിടിച്ചിരിക്കുന്ന അവസ്ഥ, അതായത് എന്തെങ്കിലും ബ്ലഡില് അല്ലെങ്കിൽ ആ കലകളിൽ എന്തെങ്കിലും പറ്റി പിടിച്ചു വരുമ്പോൾ അതിലൂടെ ഓക്സിജൻ പാസ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ. സെക്കൻഡ് പോയിന്റ് കൂടി പറയുന്നത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഓക്കെ, നോക്കാം. അതിലെന്താ പറയുന്നത്, COPD, അതായത് വിത്ത് ലോ ഓക്സിജൻ. അതില് COPD എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത്രയും ഓക്സിജന് വഹിച്ചെടുത്തിട്ട് ഇത്രയും അളവിലുള്ള കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ 96 അത് ഒക്കെ ഒരു ഓക്സിജൻ എടുക്കേണ്ട ഒരു അളവുണ്ട്.
നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കേണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള അളവ് കറക്റ്റ് ആയിട്ട് ഒരു ബോഡിക്ക് വലിച്ചെടുക്കാൻ, ആ ശ്വാസകോശത്തിനെ വലിച്ചെടുക്കാൻ പറ്റാതെ ശ്വാസം മുട്ടുള്ള വ്യക്തികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതങ്ങനെ എന്താ പറയുക, വായു നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ വായു അങ്ങനെ വലിച്ചെടുക്കാനായിട്ടുള്ള ശേഷി ഉണ്ടാവില്ല. ശ്വാസം മുട്ട ബാധിക്കും അല്ലെ? നമുക്കറിയാം ചില ടൈമുകളിലൊക്കെ ആയിരിക്കും ചിലപ്പോ ആ ഒരു ടൈമില് എന്തായാലും നോക്കാം. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം അത് ചിലപ്പോ മോർണിംഗിലൊക്കെ എന്താണ് ശ്വാസത്തിനൊക്കെ ശ്വാസം മുട്ട് കൂടുതൽ അനുഭവപ്പെടും. അതായത് അവർക്കത് വലിച്ചെടുക്കാനുള്ള ശേഷി കുറവുണ്ടാവും. അതാണ് COPD എന്ന് പറയുന്നത്. നമ്മള് പിന്നെ എന്താണ് അവർ പറയുന്നുണ്ട്, നമ്മുടെ സെപ്സിസ് ആൻഡ് ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ്. അതായത് ബ്ലഡില് നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബ്ലഡില് നമ്മളുടെ അണുക്കൾ ഉണ്ടെങ്കിൽ അതിന് ഓക്സിജനെ കൊണ്ടുപോകാനുള്ള ആ കലയൊക്കെ അവിടെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അല്ലെ? ഇതിങ്ങനെ ബാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾക്ക് എന്താണ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെയാണ് ചെയ്യുക. ഈ വെന്റിലേറ്റർ സൗകര്യം മാറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അവരുടെ കൗണ്ടൊക്കെ ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോകാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവർ വെന്റിലേഷൻ സൗകര്യം വേണ്ടാതെ വെക്കുന്നത്. അപ്പൊ അത് അത്തരത്തിലുള്ള പേഷ്യൻസിന് മാത്രമല്ല, എല്ലാവർക്കുമല്ല അത്തരത്തിലെ ബ്ലഡുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ഇതുകൾ എന്തെങ്കിലും കലകളെല്ലാം അതിൻ്റെതായ കലകൾ എന്തെങ്കിലും കൗണ്ടിങ് കുറവുകളൊക്കെ ഉണ്ടെങ്കിലാണ് പ്രശ്നം വരിക. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ വേറെന്തോ പറഞ്ഞ ഹൈപ്പർകാർണിക് റെസ്പിറേറ്ററി ഫെയിലിയർ നോക്കാം. അതായത് നമ്മളുടെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്തെങ്കിലും ശ്വാസം അല്ലെ, ശ്വാസത്തില് നമ്മൾ വഹിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. അതും ഇതേപോലെ തന്നെ രക്തത്തിൽ കൊണ്ടുപോകേണ്ട ഒരു ഘടകം തന്നെയാണത്. രക്തത്തിലൂടെയാണ് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം വലിച്ചിട്ട് ഓക്സിജൻ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ഹൈപ്പർക്രോണിക് റെസ്പിറേറ്ററി ഫെയിലിയർ. അത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹൈപ്പർക്രോണിക് റെസ്പിറേറ്ററി ഫെയിലിയർ. അപ്പർ സ്പൈനൽ കോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശ്വാസം അല്ലെ, അത് നമുക്ക് പോകുന്നത് നമ്മുടെ താഴേക്ക് എന്താ പറയുക, എല്ലാ വശത്തേക്കും നമുക്ക് ഓക്സിജന്റെ ലെവൽ പോകണം അല്ലെ, ജീവൻ നിലനിർത്താൻ വേണ്ടി. അപ്പോ ഈ സ്പൈനൽ കോഡിന് എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജന്റെ ഫ്ലോ പ്രോബ്ലം സംഭവിക്കും. അതുകൊണ്ടാണ് അത് വെന്റിലേറ്ററിന്റെ സൗകര്യം മസ്റ്റായിട്ട് വേണ്ടി വരും എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയുമായി ബന്ധപ്പെട്ട് ഓക്സിജൻ ഫ്ലോ ചെയ്യുന്ന ഇതുകൾക്ക് എന്തെങ്കിലും വീക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ സംഭവിക്കുമ്പോഴാണ് വെന്റിലേറ്റർ കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ഒരു കൈ മുറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്റിലേറ്റർ ആവശ്യമില്ല. പക്ഷെ ശ്വാസം ലങ്സ് അത് അല്ലെങ്കിൽ ശരീരത്തിൽ കൊണ്ടുപോകേണ്ട ബ്ലഡ് വഴി ഓക്സിജൻ എത്തിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ബോർഡ് വഴി, അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മുടെ ഓക്സിജന്റെ അളവ് ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിക്കുമ്പോഴും അത് നമുക്ക് നാച്ചുറലി നമുക്ക് ബോധമില്ലാത്ത അവസ്ഥയിലുമൊക്കെ മുകളിലെ സുഷുമ്ന നാഡ്യമുറിവ് നേരത്തെ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. അതിനെന്തെങ്കിലും ഇഞ്ചുറീസ് സംഭവിക്കുമ്പോൾ ഇതിന്റെ മീനിങ് അപ്പർ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്, മുറിവാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ മുറിവ് സംഭവിച്ചാൽ എന്താ സംഭവം, അതിന് ഓക്സിജനെ കൈകാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ, വഹിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള പ്രോബ്ലംസ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്സിജനുമായി റിലേറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടാകുന്ന മാറ്റേഴ്സുകൾ വരുമ്പോഴാണ് എന്ത് വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് അത് കൈകാര്യം ചെയ്യുന്നത്. ഇതിനുശേഷം ഈ ഇഞ്ചുറീസുകളെല്ലാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം ഇൻഫെക്ഷൻസ് ഒക്കെ കുറഞ്ഞു വരുമ്പോഴെന്താണ് പതിയെ വെന്റിലേറ്ററിന്റെ ഉപയോഗം നിർത്തിയിട്ട് ഇവർക്ക് സ്വമേധയാ ശ്വാസം എടുത്ത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുമ്പോൾ വെന്റിലേറ്ററിന്റെ സൗകര്യം ചിലപ്പോൾ തേടേണ്ടതായിട്ട് വരും. ഇനി എന്തെങ്കിലും ആഴേക്ക് പോകാം. എങ്കിൽ ഞാൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്യൂറിങ് സർജറി വെന്റിലേറ്റേഴ്സ് ആർ നീഡഡ്. If the patient is given general anesthesia for a surgical procedure, he is required to be on a ventilator while sleeping. This is due to some anesthesia drugs can make it difficult for the patient to breathe properly on his own while in a sleep-like state. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പഠിച്ചപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ് എന്ത്, ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മളെ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് വെന്റിലേറ്ററിന്റെ മെഷീൻ സ്ഥാപിക്കണം. അത് എവിടെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹെഡിനോട് ചേർന്ന വിധത്തിലാണ് ഈ മെഷീൻ സ്ഥാപിക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു.
അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദ പേഷ്യന്റ് ഈസ് ഗിവൻ ജനറൽ അനസ്തീഷ്യ ഫോർ എ സർജിക്കൽ പ്രൊസീജിയർ, നമ്മുടെ സർജിക്കൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത് വെന്റിലേറ്ററിന്റെ സൗകര്യം കൂടി ആവശ്യമാണ്. എന്താണ് ആവശ്യമാണ്? ഈസ് റിക്വയർഡ് ടു ബി ഓൺ വെന്റിലേറ്റർ ബൈ സ്ലീപ്പിംഗ്. അവര് ഇൻ കേസ് നമ്മൾ അനസ്തീഷ്യ കൊടുത്ത് അവരെ സ്ലീപ്പ് ചെയ്തു അല്ലെ, ഉറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ കൂടി ഇത് മസ്റ്റ് ആയിട്ട് ആവശ്യമാണ്. കാരണം എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ഡ്യൂ ടു സം അനസ്തീഷ്യ ഡ്രഗ്സ് ക്യാൻ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദ പേഷ്യന്റ് ടു ബ്രീത്ത് പ്രോപ്പർലി. ചില മെഡിസിൻസ് ഒക്കെ എന്താണ് സാധാരണ രീതിയിൽ ഇവർക്ക് ശ്വാസം എടുക്കാനുള്ള ഒരു ബോധാവസ്ഥ അല്ലെ, നമുക്കറിയാം ഈ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ വ്യക്തി മയങ്ങുന്ന അവസ്ഥയാണ്. അപ്പൊ അവർ ആ സ്ലീപ്പിംഗ് മോഡില് സാധാരണ രീതിയിലുള്ള ശ്വാസോച്ഛ്വാസം നിലനിർത്തിയെന്ന് വരില്ല. ഓൺ ഹിസ് ഓൺ വൈഡ് ഇൻ എ സ്ലീപ്പ് ലൈക്ക് സ്റ്റേറ്റ്, സാധാരണ രീതിയിലുള്ള ആ ഒരു നിന്ന് വ്യത്യസ്തമായിട്ട് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് വെന്റിലേറ്റർ മെഷീൻ നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. വിത്ത് സർജറി ദ പേഷ്യന്റ് നീഡ് ടു ബി ഓൺ വെന്റിലേറ്റർ ഫോർ എ പീരിയഡ് ആസ് ഫോളോസ്. അതായത് സർജറിയുടെ ടൈമിൽ ഏതൊക്കെ സമയത്താണ് നമ്മൾ ഈ വെന്റിലേറ്റർ മെഷീൻ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് ഡ്യൂറിങ് സർജറി, ഇതെല്ലാം നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ഡ്യൂറിങ് സർജറി? എ വെന്റിലേറ്റർ ക്യാൻ പ്രൊഫഷണലി പെർഫോം ദ ബ്രീതിങ് ഫോർ ദ പേഷ്യന്റ് വൈൽ ഈസ് അണ്ടർ ജനറൽ അനസ്തേഷ്യ. ജനറൽ അനസ്തേഷ്യ കൊടുത്തുകൊണ്ട് നമ്മൾ ഓപ്പറേഷന് വിധേയമാക്കുമ്പോൾ എന്ത് നമുക്ക് ശ്വാസത്തിന് വേണ്ടിയിട്ട് വെന്റിലേറ്റർ മെഷീൻ യൂസ് ചെയ്യണം. ദെൻ റിക്കവറി ഫ്രം സർജറി, കേസ് സർജറി കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും പേഷ്യന്റ് മേ ഒക്കേഷണലി റിക്വയർ എ വെന്റിലേറ്റർ ടു അസിസ്റ്റ് വിത്ത് ബ്രീതിങ് ഫോർ അവേഴ്സ് ഓർ ലോങ്ങർ ഫോളോയിങ് പർട്ടിക്കുലർ. അതായത് നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ അല്ലെ, നമുക്ക് വെന്റിലേറ്ററിന്റെ ഉപയോഗം കഴിഞ്ഞതിന് ഓപ്പറേഷന്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും കുറച്ചു നേരം ഇവർ ഒബ്സർവ് ചെയ്യും അല്ലെ, സാധാരണ കോൺഷ്യസ് ആവുന്ന ഒരു മൈൻഡിലേക്ക് എത്തുന്നവരേക്കും ഒബ്സർവ് ചെയ്ത് വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും അവരുടെ ശ്വാസം നിലനിർത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ചില പേഷ്യൻസിന് വലിയ കുഴപ്പമുണ്ടാവില്ല, ഇന്ന ടൈമിനുള്ളിൽ ഇവർ ഓക്കെ ആവും, ഇവർക്ക് കോൺഷ്യസ് മൈൻഡിലൊക്കെ വരാം, അതായത് ബോധാവസ്ഥയിലേക്ക് വരാം, ഇവർക്ക് ബ്രീത്തിങ് ഒക്കെ എടുക്കാം. പക്ഷെ ചില വ്യക്തികളിൽ ചിലപ്പോൾ നേരെ റിവേഴ്സ് ആയിട്ട് ചിലപ്പോൾ ഒക്കെ പ്രശ്നങ്ങൾ വരാം, കുറച്ച് ടൈമൊക്കെ കൂടുതലൊക്കെ എടുത്തിട്ടായിരിക്കും ബോധാവസ്ഥയിലേക്ക് വരിക. അതേമാതിരി തന്നെ ശ്വാസമൊക്കെ സമയതയൊക്കെ എടുക്കാൻ തോന്നുന്നത് ഇത്തിരി ടൈമൊക്കെ എടുത്തിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് റിക്കവറി ഫ്രം സർജറി ചെയ്യുന്ന ടൈമിലും വെന്റിലേറ്റർ മെഷീൻ യൂസ് ചെയ്യുന്നത്. പേഷ്യന്റ് മേ ഒക്കേഷണലി റിക്വയർ എ വെന്റിലേറ്റർ ടു അസിസ്റ്റ് വിത്ത് ബ്രീതിങ് ഓർ അവേഴ്സ്, കുറച്ച് സമയം കൂടിയൊക്കെ ആവശ്യം വരാം. ഓർ ലോങ്ങർ, ചിലപ്പോൾ കുറച്ച് നാൾ കൂടി ആവശ്യം വരാം, കുറച്ച് എന്താ പറയുക ഒരു ഡേ ആഫ്റ്റർ അങ്ങനെയൊക്കെ ചിലപ്പോൾ ആവശ്യം വരാം. കൊളയാൻ പറ്റും. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ അല്ലെ, ആ വ്യക്തിയുടെ ബോധാവസ്ഥയിൽ സാധാരണ സമേതീയ ശ്വാസം എടുക്കുന്ന അവസ്ഥ എപ്പോഴാണോ അതുവരേക്കും വെന്റിലേറ്റർ മെഷീൻ യൂസ് ചെയ്യാം എന്നുള്ളത് പറയുന്നു. അല്ലെ നെക്സ്റ്റ് ഒരു ചെറിയ പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കാം. വെന്റിലേറ്റർ വോണ്ട് ഫോർ ആൻ ഇൽനെസ്. ഒരിക്കലും വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അസുഖത്തെ ഭേദമാക്കുന്ന ഒരു സംഭവമല്ല. വെന്റിലേറ്റർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു മെയിൻറ്റെയിൻ ദ പേഷ്യൻസ് breathing while the body battle an infection, diseases or heal from a trauma. അതായത് വെന്റിലേറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ചില മെഡിസിൻസ് കൊടുത്തിട്ട് അസുഖം മാറ്റുന്ന ഒരു പ്രവർത്തനമല്ല. വെന്റിലേഷൻ ഉപയോഗിച്ച് അസുഖം മാറ്റുകയല്ല ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബ്രീത്തിങ് സപ്പോർട്ടീവ് ആയിട്ടുള്ള മെഷീൻ മാത്രമാണ് അല്ലെ, ശ്വാസം എടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഷീൻ മാത്രമാണിത്. അതിൽ ബോഡി ബാറ്റിൽ ആണ് ഇൻഫെക്ഷൻ, എല്ലാ ഇൻഫെക്ഷനൊക്കെ ബാധിച്ചുകൊണ്ട് അത് പൊരുത്തപ്പെട്ട് പോരാനല്ലേ ബോഡി അതിൽ നിന്നല്ല ആ രോഗത്തിൽ നിന്നല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആളുകളിൽ നിന്നെല്ലാം വിമുക്തി ആകുന്നത് വരേക്കും, അല്ലെങ്കിൽ രോഗം ഡിസീസ് വിമുക്തി ആകുന്നത് വരേക്കും, അല്ലെങ്കിൽ ട്രോമ സ്റ്റേജിൽ നിന്നൊക്കെ തരണം ചെയ്ത് വരുന്നതിന് വരേക്കും യൂസ് ചെയ്യുന്ന ഒരു ചെയ്യുന്ന ഒരു മെഷീൻ മാത്രം, ബ്രീത്ത് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യുന്ന ഒരു മെഷീൻ മാത്രമാണ് എന്ത് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഇതൊരിക്കലും എന്താണ് നമ്മുടെ രോഗത്തെ ഭേദമാക്കുന്ന അല്ലെ ശുശ്രൂഷിക്കുന്ന ഒരു സംഭവമല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കുഴപ്പമില്ലാത്ത ചാപ്റ്റർ അല്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി പോകുന്ന പോയിന്റ്സ് ഒക്കെയാണ്. ആകെ കുറച്ച് ഡിസീസുകളുടെ കാര്യം മാത്രമേ നമുക്കൊരു ചെറിയ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അല്ലെ. ഇതൊക്കെ നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിൽ ഡിസ്കസ് ചെയ്ത മാറ്ററൊക്കെ തന്നെയാണ്. നമ്മൾ നോക്കാം.
അപ്പൊ നമുക്ക് നെക്സ്റ്റ് അതിലേക്ക് പോകാം, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നിങ്ങൾ വായിച്ചിട്ട് വലിയ പ്രശ്നമില്ലല്ലോ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് അതില് നെക്സ്റ്റ് ഇത് നോക്കാം. ഹൗ ഡസ് എ വെന്റിലേറ്റർ വർക്ക്? എന്താണ്, ഓക്കെ അല്ലേ നിങ്ങള്? എന്താണ് ഹൗ ഡസ് എ വെന്റിലേറ്റർ വർക്ക്? എങ്ങനെയാണ് വെന്റിലേറ്റർ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. A medical ventilator employs the pressure to extract carbon dioxide from your body and pump oxygenated air into your airways. അതായത് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മെഷീന്റെ യൂസേജ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ഹൗ ഡസ് വെന്റിലേറ്റർ വർക്ക് എന്ന് പറയുന്നത്? അതായത് മെഡിക്കൽ വെന്റിലേറ്റർ എംപ്ലോയ്സ് പ്രഷർ ടു എക്സ്ട്രാക്ട് carbon dioxide from your body and pump oxygenated air into your airways. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഓക്സിജൻ പമ്പ് ചെയ്യുകയും ഒപ്പം തന്നെ കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു മെഷീന്റെ പ്രവർത്തനമാണ് ഇവിടെ സാധാരണയായിട്ട് വെന്റിലേറ്റർ ചെയ്യുന്നത്. ഇനി അത് പറയുന്നുണ്ട് യുവർ എയർവേ ഇൻക്ലൂഡ്സ്, എന്തൊക്കെ രീതിയിലാണ് നമ്മൾക്ക് ഈ പ്രവർത്തനം കൊടുക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, അവർക്ക് രണ്ട് രീതിയിൽ അല്ലെ, നമുക്ക് മാസ്ക് ഉപയോഗിച്ചിട്ടും ഒപ്പം തന്നെ ട്യൂബ് ഉപയോഗിച്ചിട്ടുമാണ് നമ്മൾ സാധാരണയായിട്ട് വെന്റിലേറ്ററിന്റെ സൗകര്യം അവർക്ക് ഉപയോഗപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പൊ അത് തന്നെ ഇവിടെ പറയുന്നുണ്ട്. യുവർ എയർവേസ് ഇൻക്ലൂഡ്സ് നോസ് അല്ലെ, മൂക്കുപടി നമുക്ക് അതിനനുസരിച്ചുള്ള മാസ്ക് ഉപയോഗിച്ച് മൗത്തിലൂടെ നോസിലൂടെ ഒക്കെ കൊടുക്കാം. Then throat, voice box, window pipe, lung tube. അതായത് നമ്മൾ ഇതിൽ പറയുന്ന മാതിരി, അതായത് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു പേഷ്യന്റിന്റെ വ്യത്യസ്തതയുള്ള പേഷ്യൻസ് ആണ് അല്ലെ, നമുക്ക് സാധാരണ രീതിയിൽ നോസിലൂടെയും മൗത്തിലൂടെയും മാസ്ക് ഒന്നും ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റാത്ത വരുമ്പോൾ എന്താണ് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യും ഈ വ്യക്തിക്ക് എങ്ങനെയാണ് ഈ വെന്റിലേറ്റർ സൗകര്യം ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ അവര് എന്താ പറയുക, നമ്മുടെ ത്രോട്ടിലൂടെ കൊടുക്കും, ചിലപ്പോൾ വോയിസ് ബോക്സിലൂടെ. അതായത് ശ്വാസനാളത്തിലേക്ക് ഓക്സിജൻ എത്തിക്കുന്ന പ്രവർത്തനം അത് അസിസ്റ്റ് ചെയ്യുന്ന ഒരു മെഷീൻ മാത്രമാണ് ആക്ച്വലി വെന്റിലേറ്റർ ചെയ്യുന്നത്. അപ്പൊ അത് ചിലപ്പോ അവരെന്താ ഡോക്ടറെ ഡിസൈഡ് ചെയ്ത് തീരുമാനമെടുക്കും, ത്രോട്ടിലൂടെ കൊടുക്കാം അല്ലെങ്കിൽ വോയിസ് ബോക്സ്. നമുക്ക് ആ ശ്വാസനാളത്തിലേക്ക് ഓക്സിജൻ പമ്പ് ചെയ്യാനായിട്ട് ഏത് മേഖലയാണോ ഈ പേഷ്യന്റിന് അനുകൂലമായിട്ടുള്ളത് ആ രീതി അവര് ഫോളോ ചെയ്യും. വിൻഡ് പൈപ്പ്, ലങ്സ് ട്യൂബ്, അതായത് ശ്വസനനാളം ഓരോന്നും അങ്ങനെ തന്നെയാണ്. ശ്വസനത്തിലേക്ക് ആവശ്യകരമായിട്ടുള്ള ഒരു ഇതിലേക്ക് അല്ലെ, ആ ഒരു ഇതാണ് വോയിസ് ബോക്സ് എന്നൊക്കെ പറയുന്ന ശ്വസനനാളത്തിലേക്ക്. അതേമാതിരി തന്നെ വിൻഡ് പൈപ്പ്, ലങ്സ് ട്യൂബ്, ഇതിലെല്ലാം മെയിൻ മീനിങ് എന്താണ്? ശ്വാസം നിലനിർത്തി കൊടുക്കാനായിട്ട് ഏത് രീതിയിലാണോ ഒരു ഡോക്ടർക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നത് ആ രീതിയിലൂടെയുള്ള ട്യൂബ് അവർ ഘടിപ്പിച്ചിട്ട് ആ മെഷീനിലൂടെ എന്താണ് ഓക്സിജനെ ശരീരത്തിലേക്ക് കൊടുക്കുകയും then കാർബൺ ഡയോക്സൈഡിനെ ഔട്ടാക്കുകയും ചെയ്യുന്നത്, പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഏത് രീതിയിലും ഡോക്ടേഴ്സ് തീരുമാനിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. One of two methods for pushing oxygen into the lungs from a ventilator is either a breathing tube or a fitted mask. അതായത് മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് മാത്രമേ ഫിറ്റഡ് മാസ്കിലൂടെയോ ഒന്നില്ലെങ്കിൽ ട്യൂബിലൂടെയുമാണ് കൊടുക്കുന്നത്. ട്യൂബിലൂടെയൊക്കെ ആണെങ്കിൽ എന്താണ് ത്രോട്ട്, വോയിസ് ബോക്സ്, വിൻഡ് പൈപ്പ്, ലങ്സ് ട്യൂബ് ഒക്കെ വഴിയാണ് ഇത് കൊടുക്കാം. അതേസമയം നോസിലൂടെ മൗത്തിലൂടെ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് മാസ്ക് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. Then being on a ventilator while the patient is conscious can be very uncomfortable, especially the patient has a breathing tube down to the throat. While attached to the ventilator, they are unable to speak, eat or move at all. അതായത് ഇപ്പോ നമുക്ക് അറിയാം, ഇതൊരു ട്യൂബ് വഴിയായിട്ടാണ് ഈ പേഷ്യന്റിന് ഇത് കൊടുക്കുക എങ്കിൽ ഈ വെന്റിലേറ്ററിന്റെ സൗകര്യം. എന്റെ വോയിസ് ക്ലിയർ അല്ലാതെ ആവുന്നുണ്ടോ നോക്കാം. ഇത് സാധാരണ രീതിയിൽ എന്താ നമ്മൾ പറയുന്നത്, പറഞ്ഞ വോയിസ് ഞാൻ എനിക്ക് ഇത്തിരി കൂടി കൂട്ടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് പറഞ്ഞ ഇത്ര നേരം എനിക്ക് തോന്നുന്നു ഇത്തിരിയും കൂടി സൗണ്ട് കുറച്ചാന്ന് തോന്നുന്നു പറഞ്ഞത്. അതാണോ നിങ്ങൾക്ക് വേണ്ടത്? ഓക്കെ, രണ്ട് മെത്തേഡ് ഒന്നുകൂടി പറയാമോ എന്ന് പറയുന്നത്.
അതായത് നമുക്ക് തന്നെ അറിയാം, അതായത് ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അത് ഇത്രയും കൂടി ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെങ്കിൽ എന്താണ്, അവർക്ക് മാസ്ക് ഉപയോഗിച്ചിട്ട് ഇപ്പൊ നമുക്ക് ചില എന്താ പറയുക ശ്വാസത്തിലൂടെ കൊടുക്കാനായിട്ട് അവർക്ക് ചിലപ്പോൾ മാസ്ക് ഉപയോഗിച്ചിട്ട് വെന്റിലേറ്ററിന്റെ മെഷീൻ പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും. അപ്പൊ അവർക്ക് എന്താ പറയുക മൂക്കിലൂടെയോ വായുവിലൂടെയോ ഈ ഇത് എയർ പുഷ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതേസമയം ചില വ്യക്തികൾക്ക് എന്താണ് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത വ്യക്തികൾക്ക് ട്യൂബിലൂടെയാണ് നമ്മുടെ വെന്റിലേറ്ററിന്റെ സൗകര്യം ഉപയോഗപ്രദമാക്കുന്നത്. എന്തായാലും ഓക്സിജൻ ശരീരത്തിലേക്ക് ലങ്സിലേക്ക് എത്തിക്കുക, ശരീരത്തിലേക്ക് എന്ന് വെച്ചാൽ ലങ്സ് വഴി ഓക്സിജൻ ശരീരത്തിലേക്ക് കൊടുക്കുക എന്നുള്ള പ്രവർത്തനമാണ് ഇവിടെ നടപ്പാക്കുന്നത് വെന്റിലേഷൻ വഴി. അത് ചിലപ്പോൾ മാസ്ക് ഉപയോഗിച്ച്, ചിലർക്ക് നോസ് മൗത്തിലൂടെ മാസ്ക് ഉപയോഗിക്കാം. അതായത് അവർക്ക് അതിനനുസരിച്ച് ഫിറ്റഡ് ആയിട്ട് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ ഓപ്പറേഷനിൽ കടക്കുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് മാസ്ക് വെച്ചിട്ടുണ്ടാവും. അവർ വേറെ ട്യൂബ് ഒന്നും ഇട്ടിട്ടല്ല ഓപ്പറേഷന് വിധേയമാക്കുന്നത് അല്ലെ, അത് മാസ്കിലൂടെ ഇൻ കേസ് എന്തെങ്കിലും വന്നാൽ മാസ്ക് ഉപയോഗിച്ചിട്ട് അവർക്ക് പേപ്പർ ഓക്കെ ആയിട്ടുള്ള മാസ്ക് ഉപയോഗിച്ച് അവരത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും. അതേസമയം ചില വ്യക്തികൾക്ക് ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അവരുടെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ട് അവർക്ക് നോസും മൗത്തും യൂസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ട്യൂബ് ഇട്ട് തന്നെ എന്താണ് ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് കൊടുക്കണമെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോണെങ്കിൽ അവർക്ക് അത് ആ ഭാഗമൊക്കെ ഡൗൺ ആയിട്ട് വരും. അവർക്ക് ശ്വാസം എടുക്കുക എന്നുള്ള കാര്യം അത് മാസ്കിലൂടെയും അഡാപ്റ്റബിൾ ആയിട്ട് വരില്ല. അപ്പൊ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് എന്താണ് ഓക്സിജൻ ഒക്കെ കൊടുക്കാനായിട്ട് അവർ ട്യൂബ് ഇട്ടു. അത് ഏത് രീതിയിലാണ് ഈ ട്യൂബ് കൊടുക്കുക എന്നുള്ളത് ഡോക്ടർ ഡിസൈഡ് ചെയ്യും. ശ്വാസനാളത്തിലേക്ക് ആണ് എത്തിക്കേണ്ടത്. അത് വോയിസ് ബോക്സിനോട് ചേർന്നാണോ, വിൻ പൈപ്പിനോട് ചേർന്നാണോ, ലങ്സ് ട്യൂബിനോട് ചേർന്നാണോ, ത്രോട്ടിലൂടെയാണോ, ഏത് രീതിയിലൂടെയാണ് അത് കൊടുക്കുക എന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്തിട്ട് ആ രീതിയിലൂടെ അവര് വെന്റിലേറ്ററിന്റെ സഹായം ഉപയോഗിക്കുന്ന പ്രവർത്തനമാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്, നമ്മൾ മാസ്ക് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഇനി വെന്റിലേറ്റർ പേഷ്യന്റിന് എപ്പോഴും കോൺഷ്യസ് ആയിരിക്കും. അപ്പൊ ബോധാവസ്ഥയിലുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഈ ട്യൂബ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു റിസ്ക് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല മെമ്മറി ഉണ്ട്, പക്ഷെ അവർക്ക് ഈ ട്യൂബ് വരുമ്പോൾ പുറത്തുനിന്നൊരു സംഭവം വരുമ്പോൾ അവർക്കത് അല്ലേ ആ ശരീരത്തിനോട് പൊരുത്തപ്പെടാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് എന്തുകൊണ്ടാണ് അത് അൺകംഫോർട്ടബിൾ ആവണേന്ന് നമുക്ക് നോക്കാം. ബീങ് ഓൺ എ വെന്റിലേറ്റർ വൈ പേഷ്യന്റ് ഈസ് കോൺഷ്യസ് ക്യാൻ ബി വെരി അൺകംഫോർട്ടബിൾ. അങ്ങനെയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സൗകര്യപ്രദമല്ല എന്ന് പറയുന്നതിന് കാരണം എസ്പെഷ്യലി ദ പേഷ്യന്റ് ഹാസ് എ ബ്രീത്തിങ് ട്യൂബ് ഡൗൺ ടു ദ ത്രോട്ട്. ത്രോട്ടിലൂടെയാണ് നമ്മൾ ശ്വാസം എടുക്കാനായിട്ട് ട്യൂബ് ഇട്ടിരിക്കുന്നതെങ്കിൽ അതിൽ അറ്റാച്ച്ഡ് ടു ദ വെന്റിലേറ്റർ, അതായത് അത് അറ്റാച്ച് ചെയ്യുക അല്ലെ വെന്റിലേറ്റർ മെഷീനുമായിട്ട് അത് ഘടിപ്പിച്ചിട്ടുണ്ടോ എന്ത് ഈ ട്യൂബ്. they are unable to speak, eat or move about. അങ്ങനെ വരുമ്പോഴെന്താണ് ഇവർക്ക് സ്വമേധയാ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒപ്പം തന്നെ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഈ ട്യൂബ് ഇടുന്നത് കൊണ്ട് അവർക്ക് ഇതിനോട് കൂടിയിട്ട് അല്ലെ നമ്മുടെ വായുവിലൂടെയാണ് ഇത് ശ്വാസനാളത്തിലേക്ക് എത്തിക്കാൻ ഒരവസ്ഥ വരുന്നത്. അപ്പൊ അവർക്ക് അത് നമ്മുടെ വോയിസ്, നമ്മുടെ എന്താ പറയുക സംസാരിക്കാനുള്ള ശേഷിയുമായിട്ടുള്ള വോക്കലായിട്ടുള്ള അത് പ്ലേസിലേക്ക് ഒരു അടിച്ചമർത്തിയിട്ടാണ് ഈ ട്യൂബ് കടന്നു പോകുന്നത്. അപ്പൊ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. ഒപ്പം തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അല്ലെ വായുവിലൂടെയാണ് നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടത്. അത് സാധാരണ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. അവർക്ക് റൈസ് ട്യൂബ് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട്. അങ്ങനെ പിന്നെ അതേമാതിരി തന്നെ മൂവ് ചെയ്യാൻ പറ്റില്ല അല്ലെ, ഈ സംഭവം പിടിപ്പിച്ചേക്കുന്നത് കൊണ്ട് അതുകൂടിയിലാണ് അവർക്ക് ശ്വാസം നിലനിർത്തുന്നത്. അപ്പൊ അവർക്ക് എന്താണ് സാധാരണ രീതിയിൽ മൂവ് ചെയ്യാൻ തലതിരിച്ചിരിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പൊ ഇതാണ് പറയുന്നത്, അവർക്ക് കോൺഷ്യസ് മൈൻഡ് ആണെങ്കിൽ അവര് സ്വമേധീയ നല്ല ഒരു രീതിയിലാണെങ്കിൽ സുബോധത്തോടു കൂടിയാണെങ്കിൽ ഇതെല്ലാം ഇറിറ്റേഷൻ ആവുന്ന അല്ലെങ്കിൽ അൺകംഫോർട്ടബിൾ ആവുന്ന സൗകര്യമല്ലാത്ത അല്ലെ സുഖകരമായിട്ടുള്ള ഒരവസ്ഥ എല്ലായിരിക്കും എന്നതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? Being on a ventilator while the patient is conscious can be very uncomfortable. Then especially the patient has a breathing tube down to the throat. While attached to the ventilator, they are unable to speak, eat or move about. Okay, then next നമുക്ക് continue ചെയ്യാലോ. Okay, continue ചെയ്യാം. Then എന്താ നോക്കാം, ഈ patient on ventilator. A patient on a ventilator requires to get monitored for his. എന്താണ് നമ്മൾ ഈ പേഷ്യന്റ് വെന്റിലേറ്റർ യൂസ് ചെയ്യുന്ന വ്യക്തികൾ കുറച്ച് കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും. അതായത്
നിരീക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. ഇതെന്താന്ന് നോക്കാം. എന്താണ്? ഹേർട്ട് റേറ്റ്, blood pressure, respiratory rate, oxygen saturation. Also need a regular chest X-ray or scan. Additionally, blood test may be required to determine the blood oxygen in carbon dioxide levels. അതായത് നമുക്കറിയാം ഈ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇവര് നമ്മൾ ഓക്സിജൻ ഒക്കെ എടുക്കുന്നതെങ്കിൽ സാധാരണ രീതിയിൽ അവർക്ക് നമ്മുടെ ചലിക്കുന്ന രീതിയിലുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. അവർക്ക് സാധാരണ രീതിയിൽ വ്യത്യസ്തമായിട്ട് കിടപ്പ് രോഗികളാണെന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. അങ്ങനെയുള്ള വ്യക്തികളാണ് പൊതുവെ നമ്മൾ വെന്റിലേറ്റർ മെഷീനിലേക്ക് അല്ലെ കൂടുതൽ അസിസ്റ്റ് ചെയ്യുക. ചില രോഗികൾക്ക് ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് കുറച്ച് നാൾ ട്രീറ്റ് ചെയ്തിട്ട് ഓക്കെ, നമ്മൾ അങ്ങനെ ചിന്തിക്കുകയല്ല. ഈ നിങ്ങൾ എന്താ പറയുക, ഈ ഇത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കിടപ്പ് രോഗികളെ നിങ്ങൾ ആലോചിച്ച് നോക്കാം. അപ്പൊ അവർക്ക് എന്താണ്, അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞു ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും സാധാരണ രീതിയിലായിട്ടില്ല. സാധാരണ രീതിയിൽ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല, അതേമാതിരി തന്നെ സംസാരിക്കുന്നുണ്ടാവില്ല, പേശികളൊന്നും അനങ്ങുന്നുണ്ടാവില്ല, ഒപ്പം തന്നെ മൂവ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെ, ബ്ലഡ് സർക്കുലേഷൻ ഒന്നും കറക്റ്റ് ആയിട്ട് പോകില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഹേർട്ട് റേറ്റ് അല്ലെ, നമ്മുടെ ഹൃദയത്തിന്റെ ആ ഇടിപ്പുകളൊക്കെ നിരക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ബ്ലഡ് പ്രഷർ നോക്കേണ്ടത്, രക്തസമ്മർദ്ദമൊക്കെ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, റെസ്പിറേറ്ററി റേറ്റ് ബ്രീത്തിങ്, അതായത് ഓക്സിജൻ എത്രത്തോളം ഓക്സിജൻ ആണ് ഇവര് സാധാരണ നമുക്കറിയാം. ഇവര് ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് വെന്റിലേറ്ററിന്റെ മെഷീൻ ഇനിയും യൂസ് ചെയ്യണോ, കുറച്ച് നാളത്തെ കൂടി കണ്ടിന്യൂ ചെയ്യണോ, അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുമോ എന്നൊക്കെ നോക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് മോണിറ്റർ ചെയ്യണം എന്ന് പറയുന്നത്. ഹെർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, റെസ്പിറേറ്ററി റേറ്റ്, ഓക്സിജൻ സാച്ചുറേഷൻ, മതിയായ അളവിലുള്ള ഓക്സിജൻ ശരീരത്തിലേക്ക് എത്തുന്നുണ്ടോ. ഓൾസോ നീഡ് റെഗുലർ ചെസ്റ്റ് എക്സ്റേസ് ഓർ സ്കാൻസ്, അതായത് നമ്മുടെ ചെസ്റ്റില് എന്തെങ്കിലും കൂടുതൽ നമുക്കറിയാം കഫൊക്കെ നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരും അല്ലെ. അപ്പൊ എക്സ്റേസ് ഒക്കെ എടുക്കണം, അതിനനുസരിച്ചുള്ള സ്കാനിങ്ങുകൾ. അഡീഷണലി ബ്ലഡ് ടെസ്റ്റ് മേ ബി റിക്വയർഡ് ടു ഡിറ്റർമിൻ, നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലഡുകളിൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകാനുള്ള കലകൾ ഇല്ല എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് തീരുമാനമെടുക്കും. അതായത് നിങ്ങളിടയ്ക്ക് ഇത്ര രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റ് നടത്തണം. അവരുടെ ബ്ലഡില് ഇവയൊക്കെ ഉണ്ടെങ്കിലാണ് അവരെ വെന്റിലേറ്ററിന്റെ സഹായം നിർത്തിവെക്കുന്നത് അല്ലെ. അവരൊക്കെയാണ്, നോർമലി ഇവർക്ക് പ്രശ്നമില്ല, ബ്ലഡൊക്കെ ഓക്കെയാണ് എന്ന് തോന്നി കഴിഞ്ഞാൽ വെന്റിലേറ്ററിന്റെ സഹായം നിർത്തിവെക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാൻ, നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം എന്ന് പറയുന്നു. ഇത് വെന്റിലേറ്റർ മെഷീൻ യൂസ് ചെയ്യുന്നവരുടെ ഹേർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, റെസ്പിറേറ്ററി റേറ്റ്, ഓക്സിജൻ സാച്ചുറേഷൻ, എക്സ്റേസ്, സ്കാനുകൾ, അല്ലെങ്കിൽ എന്താണ് ബ്ലഡ് ടെസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇടയ്ക്കൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കും. ഓക്കെ, ഞാൻ പോയിട്ടില്ല കേട്ടോ. ഹലോ, അപ്പോ നിങ്ങള് അതെ ഹലോ, ഇന്ന് അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ക്ലാസ്സും നമുക്ക് തന്നെയാണ്. പതിയെ നിങ്ങള് നോക്കിക്കോളൂ, എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ എന്തെങ്കിലൊക്കെ പറഞ്ഞു പോവാം. ചെറിയ ചാപ്റ്റർ ആണ്, വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്റർ ആണ്. നിങ്ങൾ പതിയെ നോക്കിക്കോ. കഴിഞ്ഞ അവരും ടീച്ചറിന് മിസ്സിംഗ് ആയതുകൊണ്ടാണ് എടുക്കേണ്ടി വരുന്നത്. ബോറായ ക്ലാസ് അല്ലല്ലോ, വെന്റിലേറ്റർ വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്റർ അല്ലേ? അപർണ മിസ് ഇല്ല, അതെ, അപർണ മിസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഡൗട്ട് കണ്ടിന്യൂ ക്ലിയർ ചെയ്ത് പോകാം. മിസ്സിന്റെ നെയിം സോളി, നേരത്തെ ആരോ പറയുന്നുണ്ടായിരുന്നു, സോളി, SOLI. 3 മണി വരെ ഉണ്ടോന്ന് ഇപ്പോഴേ ചോദിച്ചു കഴിഞ്ഞു. നമുക്ക് നോക്കാം. 3 മണിക്കുള്ളിൽ ഈ ഒരു ചെറിയ ഭാഗമേ ഉള്ളൂ തീർക്കാനായിട്ട്. അപ്പൊ നമുക്ക് ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് നിർത്താം. ചെറിയ ഭാഗമേ ഉള്ളൂ, കുറച്ചും കൂടി പഠിപ്പിക്കാനേ ഉള്ളൂ. ഒരു ചാപ്റ്റർ നമുക്ക് തീർത്ത് വെക്കാം.
വലിയ പ്രശ്നമില്ലാത്തൊരു ചാപ്റ്ററാണ് അല്ലെ? ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയം അനുവദിച്ചും തരുന്നുണ്ട്. നമുക്കിങ്ങനെ ഒരു അവേഴ്സ് കിട്ടിയാരണം കൊണ്ടാണ് കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ അവേഴ്സിനുള്ള പറയുന്ന ചാപ്റ്റേഴ്സ് കിട്ടണമെന്ന് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് സ്പീഡിലൊക്കെ പോകാണ്ട് വരും. പക്ഷെ ഇന്ന് എനിക്ക് 2 അവർ കിട്ടിയേക്കണ കാരണം ഒന്ന് സ്ലോവിലൊക്കെ പതിയെ എടുത്ത് പോയാൽ മതി. മെയിൻ എക്സാമിന്റെ കാര്യം നമ്മള് അറിയില്ല കറക്റ്റ് ആയിട്ട്. നിങ്ങൾക്ക് എന്തായാലും ഈ ഫസ്റ്റ് സെക്കൻഡ് 2 മൊഡ്യൂൾസ് കഴിയുമ്പോൾ നമുക്കൊരു എക്സാം ഉണ്ടാവും. അതുവരേക്കും നിങ്ങൾ നോക്കാം. അതായത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും കൂടി ഒന്നിച്ചാൽ ഈ ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ അതുകൂടി ഒന്നിച്ച് എക്സാം ഉണ്ടാവും. ഓക്കെ, അത് ഇന്ന ടൈമിനുള്ളിലൊക്കെ നമ്മൾക്ക് എന്തായാലും പോർഷൻസ് കവർ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ എന്താ പറയുക, വെന്റിലേറ്ററിന്റെ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. അത് ഓപ്പറേഷൻ തിയേറ്ററും വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്റർ ആണ്. അതിന്റെ തന്നെ ഒരു ഇതാണ് അല്ലെ, വെന്റിലേറ്റർ വലിയ കുഴപ്പമില്ലാത്തതാണ്. അപ്പൊ അതിന്റെ നമുക്ക് എന്താണ് ഇനി കുറച്ച് ഭാഗം കൂടി തീർക്കാനുള്ളൂ. നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. ഈസിയാണ് ചാപ്റ്റർ എന്ന് പറയുന്നുണ്ട്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മെക്കാനിക്കൽ വെന്റിലേഷൻ? ഇതാണ് മെക്കാനിക്കൽ വെന്റിലേഷന്റെ ബെനിഫിറ്റ്സ്. എന്താണ് അതിന്റെ ഗുണങ്ങൾ? എന്തുകൊണ്ടാണ് ഈ മെഷീന്റെ ഉപയോഗം എന്നുള്ളത് നമുക്ക് നോക്കാം. ദ പേഷ്യൻസ് ഡസ് നോട്ട് ഹാവ് ടു എക്സേർട്ട് ആസ് മച്ച് എഫേർട്ട് ടു ബ്രീത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ബ്രീത്ത് ചെയ്യാനായിട്ട്, ശ്വാസം എടുക്കാനായിട്ട് ഭയങ്കര എഫേർട്ട് ഒന്നും വേണ്ട അല്ലെ, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് വേണ്ട ശ്വാസം എടുക്കാൻ. അതുകൊണ്ട് ഇതൊരു വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. ദെൻ ദ പേഷ്യൻസ് ബ്രീത്തിങ് ലൈക്ലി ടു ബിക്കം നോർമൽ. നമുക്കിപ്പോ നോർമലി ഒരു വ്യക്തിക്ക് സാധാരണ രീതിയിൽ ശ്വാസം എടുക്കാനായിട്ട് പറ്റുന്ന അവസ്ഥ വരേക്കും എങ്കിലും ഒരു എന്താ പറയുന്ന ഒരു പേഷ്യൻസിന് ബ്രീത്ത് എടുക്കാനായിട്ട് ഇതൊരു അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. അതുകൊണ്ടാണ് പറയുന്നത് ദ പേഷ്യൻസ് ബ്രീത്തിങ് ഇസ് ലൈക്ലി ടു ബിക്കം നോർമൽ. Husband the patient does not have to exert as much effort to breathe. അതായത് പേഷ്യന്റിന് ഡസ് നോട്ട് ഹാവ് വേണ്ട വേണ്ടി വരില്ല എന്ത് കുറെ മച്ച് എഫേർട്ട് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ എഫേർട്ട് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടാവില്ല അല്ലെ? ശരിയാണല്ലോ. മെഷീൻ ഉപയോഗിക്കുമ്പോൾ അവർക്ക് എഫേർട്ട് അതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് എടുക്കേണ്ടതായിട്ട് വരില്ല ശ്വാസം എടുക്കാനായിട്ട്. തന്നെ ആരോഗ്യം ചെലവഴിക്കേണ്ടതായിട്ട് വരില്ല അല്ലെ? നമുക്ക് ശ്വാസം മുട്ടുള്ള പേഷ്യൻസിനൊക്കെ കണ്ടാൽ അറിയുന്നത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ശ്വാസം ഒന്ന് വലിച്ചെടുക്കുന്നത്. കാരണം അവർക്കത് ശ്വാസം വലിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്, സിംറ്റംസ് ആണ് അവർ കാണിക്കുന്നത്. അപ്പൊ അത്രയും എഫേർട്ട് അത്രയും ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നാണ് പറയുന്നത് മെഷീൻസ് വരുമ്പോൾ. മെഷീൻസിന്റെ അസിസ്റ്റ് വരുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരില്ല. സെക്കൻഡ് പോയിന്റ്, ദ പേഷ്യൻസ് ബ്രീത്തിങ് ഇസ് ലൈക്ലി ടു ബിക്കം നോർമൽ. അങ്ങനെ വരുമ്പോഴെന്താണ് നമ്മളെ പേഷ്യൻസ് എന്തായി മാറും? നോർമലി നമുക്ക് ഈ ശ്വാസം മുട്ടുള്ളവർക്ക് എന്താണ് കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ അസിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാച്ചുറലി അവർ പൊരുത്തപ്പെട്ട് വന്നാലേ ചിലപ്പോ ഒരു തണുത്ത അന്തരീക്ഷത്തിലൊക്കെ ആയിരിക്കും ഇവർക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്. അവരൊക്കെ ആകുമ്പോൾ സാധാരണ രീതിയിൽ അവർക്ക് നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കും, ശ്വാസം എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുവരേക്കും ഈ മെഷീൻ ഉപയോഗിക്കാൻ ഒരു ഉപകാരപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. It helps the patients receive as much oxygen as she requires. അതായത് നമുക്ക് ആവശ്യത്തിനുള്ള എത്രത്തോളം ഓക്സിജന്റെ ആവശ്യകതയുണ്ടോ അത്രത്തോളം ഓക്സിജൻ തന്നെ വലിച്ചെടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അതായത് വെന്റിലേറ്റർ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് സാധിക്കും. മെയിൻറ്റെയിൻ സ്റ്റേബിൾ എയർവേ ആൻഡ്, അതായത് അവർക്ക് ഒരു നിലനിർത്താൻ സാധിക്കും അല്ലെ? ഓക്സിജൻ വലിച്ചെടുക്കുകയും ഒപ്പം തന്നെ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്തല്ലോ. അപ്പൊ ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു സ്ഥിരമായ ഒരു എന്താ പറയുക സ്റ്റേബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് ഇവരുടെ ശ്വാസത്തിനെ കൊണ്ടുവരാനായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Then parameter medication to work and the body to make it better. നമ്മുടെ ഇതിന് അല്ലെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ട്
ബോഡി ഒന്ന് ബെറ്റർ ആക്കി കൊണ്ടുവരുന്നെങ്കിൽ വരെ ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പെർമിറ്റിംഗ് മെഡിക്കേഷൻ ടു വർക്ക് ആൻഡ് ദ ബോഡി ടു മേക്ക് ബെറ്റർ. അതായത് ബോഡി അതിനോട് ചേരുന്നത് വരേക്കും, അതായത് മരുന്നിനോട് പൊരുത്തപ്പെട്ട് വരുന്നത് വരേക്കും, അല്ലെങ്കിൽ ബോഡി ഇംപ്രൂവ് ചെയ്ത് അല്ലെ രോഗാവസ്ഥയിൽ നിന്ന് മാറ്റം വന്ന് നല്ല ഒരു കണ്ടീഷനിലാവുന്നത് വരേക്കും വെന്റിലേറ്റർ മെഷീന് സഹായിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. പെർമിറ്റ് അതിനെ അനുവദിക്കും, അതിനെ കൊണ്ട് സാധിക്കും അല്ലെ, വെന്റിലേറ്റർ മെഷീനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഓക്കെ, നമ്മള് നേരത്തെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് വെച്ചുകൊണ്ട് എന്താണ് അതിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നു. ഇനി റിസ്ക് ഓഫ് ബീയിങ് ഓൺ എ വെന്റിലേറ്റർ, എന്തൊക്കെ റിസ്കുകളാണ് ഇതിൽ വരുന്നത് എന്നുള്ളതാണ്. ജസ്റ്റ് നമ്മുടെ ബെനിഫിറ്റ്സ് നമുക്ക് സാധാരണ രീതിയിൽ നോർമലി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഈ റിസ്കുകൾ നമ്മൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ ഈ വെന്റിലേറ്റർ കൊണ്ട് എന്തൊക്കെ അപകടങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളത് നോക്കാം. അതിന് ഹസ്ബൻഡ് പറയുന്ന പാരഗ്രാഫിൽ പറയുന്നു, ലൈഫ് ക്യാൻ ബി സേവ്ഡ് ബൈ എ വെന്റിലേറ്റർ. ശരിക്കും നമ്മുടെ ജീവിതം അല്ലെ അത് നമ്മളെ സേവ് ചെയ്യുന്നുണ്ട്. ശരിക്കും വെന്റിലേറ്റർ കൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. നെവർലെസ് ലൈക്ക് അതർ ടെസ്റ്റമെന്റ്സ് വെന്റിലേറ്റേഴ്സ് ക്യാൻ കോസ് ഫ്യൂച്ചർ സൈഡ് എഫക്ട്സ്. പക്ഷെ അതുകൊണ്ട് നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് ചില ഫ്യൂച്ചർ സൈഡ് എഫക്ട്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതായത് വെന്റിലേറ്ററിന്റെ കൂടിയാണ് നമ്മൾ ശ്വാസം നിലനിർത്തുന്നത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ കൂടുതൽ സൈഡ് എഫക്ട് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നാച്ചുറലി മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതൊക്കെ. അതായത് എന്താന്ന് നോക്കാം. ദിസ് ഈസ് മോർ കോമൺ ഇഫ് ദ പേഷ്യന്റ് ഈസ് ഓൺ എ വെന്റിലേറ്റർ ഫോർ എ പ്രൊലോങ്ഡ് പീരീഡ്. അതായത് ഇങ്ങനെ വരാനുള്ള സാധ്യതയ്ക്ക് കാരണം കൂടുതൽ എന്തുവല്ല, അത് കൂടുതൽ നാള് നമ്മൾ വെന്റിലേറ്ററിൽ കിടക്കേണ്ട അവസ്ഥ വരുമ്പോഴാണ് ഇങ്ങനെ വരാനുള്ള സാധ്യത. അതായത് നോർമലി ഒരു പേഷ്യന്റിൽ നിന്ന് ശ്വാസം എടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ ഒരുപാട് നാള് കിടന്നിട്ട് എന്താണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ശ്വാസം നിലനിർത്തുന്നത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫ്യൂച്ചറിൽ കൂടുതൽ ബുദ്ധിമുട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി എന്താ പറയുന്നത്, എ ഫ്യൂ ഓഫ് ദ മോസ്റ്റ് കോമൺ റിസ്ക് കൺസേൺഡ് വിത്ത് ദ ബീയിങ് ഓൺ വെന്റിലേറ്റർ ഇൻക്ലൂഡ്സ്. ഇതിൽ എന്താണ് സാധാരണയായിട്ട് എന്തൊക്കെ റിസ്കുകൾ വരാം എന്നുള്ളതാണ് ഇവിടെ താഴെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, വോക്കൽ കോഴ്സ് ഇഷ്യൂസ്, പൾമണറി എഡിമ, ബ്ലഡ് ക്ലോട്ട്സ്, പിന്നെ താഴേക്കും കുറച്ച് പോയിന്റ്സ് കൂടിയുണ്ട്. അതായത് ഈ പോയിന്റ്സ് ആണ് ഉള്ളത്, പിന്നെ ഒരു ചെറിയ ഒരു ഭാഗം കൂടി ഉണ്ട്. നമുക്ക് റിസ്ക് ആണ് കുറച്ച് കൂടുതൽ നമുക്ക് നോക്കാനുള്ളത്. അതായത് ഇൻഫെക്ഷൻ നമുക്ക് നാച്ചുറലി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഇൻഫെക്ഷൻ വരാനായിട്ട് സാധ്യത അല്ലെ. കൂടുതൽ അസുഖങ്ങൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് കയറി പിടിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണ് അത്? വൺ ഓഫ് ദ മെയിൻ റിസ്ക് ബീയിങ് ഓൺ എ വെന്റിലേറ്റർ വിത്ത് എ ബ്രീത്തിങ് ട്യൂബ് ഈസ് എ ഇൻഫെക്ഷൻ. അത് കൂടുതൽ രോഗാവസ്ഥയ്ക്ക് വരാനായിട്ട് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടി നമുക്കറിയാം ഒരു ട്യൂബ് നമ്മുടെ ശരീരത്തിലേക്ക് പുറത്തു നിന്നും നമ്മൾ കയറ്റി വിടുകയാണ്. അപ്പൊ ആ ട്യൂബ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ എന്താണ് അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ അത് നമ്മുടെ സാധാരണ ശരീരത്തിലല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ കൂടുതൽ ഫ്ലൂയിഡ്സ്, നാച്ചുറലി നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ്സിനേക്കാളും അപ്പുറം കുറച്ച് കൂടുതൽ ഫ്ലൂയിഡ്സ് എല്ലാം ശരീരം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതാണെങ്കിൽ നമുക്കറിയാലോ ഈ സംഭവം ഇടുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ശ്രമിക്കാൻ പറ്റില്ല, തുമ്മാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഭയങ്കര കുറെ ഇറിറ്റേഷൻസ് ഒക്കെയാണ്. സംസാരിക്കുന്നില്ല, ചലിക്കുന്നില്ല, സാധാരണ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് അതുമായി ബന്ധപ്പെട്ട് കുറെ അസുഖങ്ങൾ കയറി പിടിക്കാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അതാണ് പറയുന്നത് ഇതിലെ മെയിൻ പോയിന്റ് ഇൻഫെക്ഷൻ ആണ്. ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഫ്ലൂയിഡ് ആൻഡ് മച്ച് ഡെവലപ്പിംഗ് ഇൻ ത്രോട്ട് ആൻഡ് വിൻഡ്പൈപ്പ് ക്യാൻ പെർമിറ്റ് ജേംസ് ടു പൈൽ upon the breathing tube. അതായത് ബ്രീത്തിങ് ട്യൂബില് ഇത് കൂടുതൽ ജെംസുകൾ അല്ലെ അണുക്കളെല്ലാം പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ദീസ് ജെംസ് ക്യാൻ then move into the lungs. ഇത് ഈ ജെംസുകൾ ഈ അണുക്കൾ എന്താണ് നമ്മുടെ ലങ്സിലേക്കും കൂടുതൽ മൂവ് ചെയ്യും, അത് ചലിച്ചുകൊണ്ടിരിക്കും. ദിസ് ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ന്യൂമോണിയ. അതെന്താ എന്തിന് കാരണമാവും? ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങൾ വരാനായിട്ട് സാധിക്കും. Since infections are also usually with a breathing tube. ഇതിന് പ്രധാനമായിട്ടും കാരണം എന്താണ്? ഈ നമ്മുടെ ബ്രീത്തിങ് ട്യൂബിന്റെ ഉപയോഗം കൊണ്ടുള്ള ഇൻഫെക്ഷൻ കൊണ്ടാണ് ഈ ജെംസ് കൂടുതൽ പെരുകുന്നത് അല്ലെ. ആ ജെംസിൽ നിന്നാണ് നമുക്ക് എന്താ പറയുക ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങൾ കൂടുതൽ ഫോം ചെയ്യുന്നത്, അതായത് രൂപം കൊള്ളുന്നത്. അങ്ങനെയാണ് ഈ അസുഖത്തിന് പ്രധാനമായിട്ടും ഈ വെന്റിലേറ്റർ ഉപയോഗിക്കുമ്പോൾ ന്യൂമോണിയ വിടാൻ ചാൻസ് ഉണ്ടെന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് കാരണം ഈ ഫ്ലൂയിഡൊക്കെ കൂടുതൽ അടിഞ്ഞു കൂടും. അപ്പൊ അതിനും കൂടുതൽ ജെംസുകളെല്ലാം അണുക്കളെല്ലാം
നിറയും. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് ഇവർക്ക് ശ്വാസം സാധാരണ രീതിയിൽ ഒരിക്കലും നോർമലി സാധാരണ രീതിയിൽ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ തീരും. അപ്പൊ അതൊരു പോയിന്റ് ആയിട്ട് പറയുന്നു. ദെൻ ഇറിറ്റേഷൻ. ഇറിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. അതായത് ദ ബ്രീത്തിങ് ട്യൂബ് ക്യാൻ ടാപ്പ് അഗെയിൻസ്റ്റ് ദ ഇറിറ്റേറ്റ് ദ ത്രോട്ട് ഓർ ലങ്സ്. ഇറ്റ് ക്യാൻ ഓൾസോ മേക്ക് ഇറ്റ് ഹാർഡ് ടു കഫ്. അതായത് ട്യൂബ് കിടക്കുമ്പോൾ നമുക്ക് എന്താണ് സാധാരണ രീതിയിൽ നമുക്ക് ചുമക്കാനൊന്നും പറ്റില്ല. ഹാർഡ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ചുമയൊക്കെ വരുമ്പോൾ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. കാരണം അതിന്റെ നമ്മൾക്ക് സാധാരണ രീതിയിൽ ആ വായയുടെ ഉള്ളില് ഒരു ഇത്രയും പൈസനുള്ളത്. ഇപ്പോൾ നമുക്ക് ശ്വസിക്കാൻ വേണം, ഫുഡ് കഴിക്കാൻ വേണം, എല്ലാം ചെയ്യാം. പല പല ഗ്രൂപ്പുകളൊക്കെയാണ്. അപ്പൊ അത് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സാധാരണ രീതിയിൽ ചുമക്കാൻ പോലും പറ്റില്ല. അതൊരു ഇറിറ്റേഷൻ, ബുദ്ധിമുട്ടുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ദെൻ വോക്കൽ കോഡ്സ് ഇഷ്യൂസ് അതേമാതിരി തന്നെ ഓക്കെ നോക്കാം. എന്നെ കാണുന്നില്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ക്ലിയർ അല്ല? ഇതാണ് അവസാനത്തെ. ഞാൻ നോക്കിയിട്ട് എന്നെ കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തോ സംതിങ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത എന്താണെന്ന് അറിയില്ല. അപ്പൊ എന്താണ് വോക്കൽ കോഡ് ഇഷ്യൂസ്? വോക്കൽ കോഡ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇത് വരുമ്പോൾ എന്താണ് പ്രോബ്ലംസ് സംഭവിക്കുന്നത്. അപ്പൊ തന്നെ സംസാരിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടും കൂടി നമ്മൾ പറഞ്ഞു. അതാണ് പറയുന്നത് വോക്കൽ കോഡ് ഇഷ്യൂസ്. അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. goes through the voice box, then which consists of vocal cords. അപ്പൊ ഇപ്പൊ കാണുന്നുണ്ട്. ശരി, ചിലപ്പോൾ ഇങ്ങനെ കയറി ഇരുന്നപ്പോ നിങ്ങൾക്ക് ആയിരിക്കും. ഇവയെ എന്തായാലും ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. Breathing tube goes through the voice box, then which consists of vocal cords. This is why the patients cannot speak. അതായത് സാധാരണ രീതിയിൽ അവർക്ക് സംസാരിക്കാനായിട്ട് പറ്റില്ല. കാരണം ഈ വോയിസ് ബോക്സിനെ കൂടി അതിന്റെ വോയിസ് ബോക്സ് എന്ന് പറയുന്നത് സംസാരിക്കാനുള്ള ബോക്സ് ഇല്ലേ, അതിന്റെ മറ്റൊരു പേരാണ്. ഓക്കെ, അപ്പൊ ആ വോക്കൽ കോഡ് എന്ന് പറയില്ലേ, ആ ഒരു സംസാരിക്കാനുള്ള നമ്മുടെ ആ ഒരു അവയുണ്ട്, അതിനെ പറയുന്ന ഒരു പേരാണത്. അപ്പൊ അതെന്താ പറയുന്നത്, ശരിക്കും നമ്മളെന്താ പറഞ്ഞു വന്നത്, അത് ആ കോഡിനെയും കൂടി ആ വോക്കൽ ചെയ്യാനുള്ള ഒരു അതിനെയും കൂടി അടിച്ചമർത്തിയിട്ടാണ് ഈ ട്യൂബ് കടന്നു പോകുന്നത്. അപ്പൊ സംസാരിക്കാനുള്ള ശേഷി അത് ഉണ്ടാവില്ല. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ധാരാളം അല്ലേ. നമുക്ക് ചില കുറച്ച് നാളത്തേക്ക് ശ്വാസനാളം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശ്വാസനാളത്തില് നമുക്ക് എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ ഇതിന്റെ പേരുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ഇതിന് തന്നെ പല മീനിങ്ങില് നമുക്ക് ക്യാച്ച് ചെയ്യാവുന്നതാണ് ഇതിന്റെ ആ ഒരു പ്രവർത്തനത്തിന്. ഒന്നിച്ച് ക്യാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, വോയിസ് ബോക്സ് എന്ന് പറയുമ്പോ ശ്വാസനാളം തന്നെയാണ്. നമ്മൾ വിൻ പൈപ്പ് എന്ന് പറയുമ്പോഴും എന്താ ശ്വാസനാളം എന്നുള്ള മീനിങ് തന്നെയാണ് അത് അറിയപ്പെടുന്നത്. അതാണ് ഞാനത് ഉദ്ദേശിച്ചത്. വോയിസ് ബോക്സ് എന്ന് പറഞ്ഞാൽ ശ്വാസനാളത്തിനോടൊപ്പം ചേർന്നുള്ള ഇതാണ്. പക്ഷെ അതിനോട് വോയിസ് ബോക്സ് നമ്മുടെ സംസാരിക്കാനുള്ള ഒരു വോക്കൽ ഇതുണ്ടല്ലോ, അതും കൂടി എന്താ പറയുക, അതിനെ കൂടി പ്രസ് ചെയ്തിട്ടാണ് ഈ ട്യൂബ് കടന്നു പോകും. അപ്പൊ നമുക്കറിയാം ചില ടൈമുകളിലെല്ലാം ഈ വെന്റിലേറ്ററിൽ കടന്നതിന് ശേഷം ഇവർക്ക് എന്താണ്, ഇവര് സംസാരിക്കാനുള്ള ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഇവർക്ക് ചിലപ്പോ അതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ഒരു എന്താ പറയുക തെറാപ്പി പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ കേസ് വെന്റിലേറ്ററിന് ശേഷം. അതായത് ഇവർക്ക് സംസാരിക്കാനുള്ള ആ ഒരു ഇതിന്റെ കപ്പാസിറ്റിനെ അടിച്ചമർത്തിയിട്ടാണ് ഈ ട്യൂബ് കടന്നു പോകുന്നത്. അതാണ് വോക്കൽ കോഡ്സ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ശേഷിക്കുറവും അതിനെയും അത് ബാധിച്ചിരിക്കും എന്ത് നമ്മൾ വെന്റിലേറ്റർ യൂസ് ചെയ്യുമ്പോൾ. അത് മനസ്സിലാക്കി വെക്കുക. ബ്രീതിങ് ട്യൂബ് ഗോസ് ത്രൂ ദ വോയിസ് ബോക്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് വോക്കൽ കോഡ്. നമ്മുടെ സംസാരിക്കുന്ന അതുകൂടി അതിൽ ഉൾക്കൊള്ളുന്നതാണ്. ദിസ് ഈസ് വൈ ദ പേഷ്യന്റ് ക്യാനോട്ട് മേക്ക് സ്പീക്ക് വെൻ ബീയിങ് ഓൺ വെന്റിലേറ്റർ. വെന്റിലേറ്ററിൽ ആയിരിക്കുമ്പോൾ അവർക്ക് അത് സംസാരിക്കാൻ പറ്റില്ല. ദ ബ്രീതിങ് ട്യൂബ് ക്യാൻ ഹാം ദ വോയിസ് ബോക്സ്. നമ്മുടെ സംസാരിക്കാനുള്ള വോയിസ് ബോക്സിനെയും കൂടി അത്
അല്ലെ ഇറിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെയും കൂടി മിസ്യൂസ് ചെയ്ത് അതിനെ കൂടി അടിച്ചമർത്തിയിട്ടാണ് ഇത് പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനും എന്തെങ്കിലും ഇഷ്യൂസുകൾ പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ വെന്റിലേറ്ററിന് ശേഷം ചിലപ്പോൾ ഇങ്ങനത്തെ തെറാപ്പീസിലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വ്യക്തികളെ റിക്കവർ ചെയ്ത് വരുന്നത്. ഇൻ കേസ് ഇത് ലോങ് ടൈമിലാണെങ്കിൽ കേട്ടോ, ഇത് ട്യൂബ് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടി മാത്രമാണ് നമ്മുടെ സാധാരണ രീതിയിൽ മാസ്ക് ഉപയോഗിച്ചൊക്കെ വെന്റിലേഷൻ സൗകര്യം ഉപയോഗിച്ചിട്ടൊന്നും പ്രശ്നമല്ല. ഇൻ കേസ് ട്യൂബൊക്കെ ഉപയോഗിച്ച് ലോങ് ടൈമിലാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിലാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ കൂടി വരുന്നത്. പൾമണറി എഡിമ, അതായത് നമ്മുടെ നീർക്കെട്ട് അല്ലെ, നമ്മുടെ ശ്വാസകോശത്തിലെല്ലാം നീർക്കെട്ടൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സാറ്റ്സ് ഇൻ ദ ലങ്സ് ക്യാൻ ഗെറ്റ് ഫിൽഡ് അപ്പ് വിത്ത് എയർ, അതായത് അതില് നീര് കെട്ടി നീർക്കെട്ട് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. നമ്മള് സാധാരണ രീതിയിൽ ശ്വാസം എടുക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്നതിനപ്പുറം എയർ പുഷ് ചെയ്യാണ്. അപ്പൊ ശ്വാസം എടുക്കുകയും പുറന്തള്ളുകയും ചെയ്ത് സാധാരണയുള്ള വികാസവും സങ്കോചവും എല്ലാം അവിടെ നടക്കണം. എയർ പുഷ് ചെയ്യുന്നതനുസരിച്ച് വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതിയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് അതിൽ ഫുള്ളായിട്ടുള്ള നീർക്കെട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്, നീർക്കെട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. Then blood clots lying in the some position for a long time can enhance the risk of blood clots forming. അറിയാം, മെഡിറ്റേഷന്റെ സമയത്ത് നമ്മൾ പറഞ്ഞ് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത്തരത്തില് പേഷ്യൻസ് എന്താണ് കൂടുതൽ നാള് കിടക്കേണ്ടതായിട്ട് വരുമെന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ കിടന്ന് പോകുന്ന വ്യക്തികൾക്ക് നമുക്കറിയാം ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കുറയും. അപ്പൊ അവർക്ക് ബ്ലഡ് കട്ട പിടിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലഡ് ക്ലോട്ട്സ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോ ഇങ്ങനെയുള്ള കിടക്കുന്ന പേഷ്യൻസിനൊക്കെ ഇടയ്ക്ക് PSVC ഒക്കെ വന്നിട്ട് അവരുടെ സർക്കുലേഷനൊക്കെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ തിരുമല പ്രവർത്തനങ്ങളൊക്കെ തിരിച്ചെടുത്തേക്കും അവരെ തിരുമേക്ക് ചെയ്യുമെന്ന് പറയില്ലേ. അതുകൊണ്ടാണ് അത് കൂടുതൽ നാളെ കിടക്കുമ്പോൾ ബ്ലഡിന്റെ ആ ഒഴുക്ക് അല്ലെ, ശരീരത്തിലുള്ള ആ ഒഴുക്ക് സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കട്ട പിടിച്ചു പോകേണ്ട അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ബ്ലഡ് ക്ലോട്ട്സ് വരാനായിട്ട്. ലൈൻ വെച്ചാൽ കിടക്കുന്ന അവസ്ഥ, കിടക്കുന്നു എന്ന് പറയട്ടെ. ലൈങ് ഇൻ ദ സെയിം പൊസിഷൻ, കിടക്കുന്ന ഒരേ പൊസിഷനിൽ അവര് നിശ്ചലമായിട്ട് കിടക്കേണ്ട അവസ്ഥ വരും അല്ലെ. വെന്റിലേഷൻ ചെയ്യുമ്പോൾ എല്ലാവരും ആ മെഷീനായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അവര് കിടക്കുകയായിരിക്കും. അപ്പൊ നോർമലി അങ്ങനെ കിടപ്പ് രോഗികൾക്ക് എന്താ സംഭവിക്കുക, അവരുടെ ബ്ലഡ് സർക്കുലേഷൻ സാധാരണ രീതിയിൽ നടന്നു വരില്ല. അങ്ങനെ വരുമ്പോഴെന്താണ് കുറെ ടൈമാണ് അവർ കിടക്കുന്നത് അല്ലെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ ചേച്ചിയൊക്കെ കൊടുക്കണമെന്ന് പറയില്ല. അതൊക്കെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനുള്ള സാധ്യതയും എന്താ വെന്റിലേഷനുള്ള വ്യക്തികൾക്ക് ഉണ്ടാവാം. തന്നെ ക്ലോട്ട്സ് ഫോമിങ്, അതെ, അതായത് ബ്ലഡിന്റെ രക്തം കട്ട പിടിക്കുന്ന രീതി വരാനായിട്ടുള്ള സാധ്യത ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ. This can be resulted by the sedative and many other medications provided to an individual who is on a ventilator while a breathing tube. അതായത് ബ്രീത്തിങ് ട്യൂബിനോടൊപ്പം തന്നെ കുറെ സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് അല്ലെ, മയങ്ങി കിടക്കുന്ന അവസ്ഥകളൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വയ്യാതിരിക്കുന്ന പേഷ്യൻസ് ആയതുകൊണ്ട് അത് സെഡേറ്റീവ് ആയിട്ട് മയങ്ങുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന അവസ്ഥയിൽ എന്താണ്, ഇങ്ങനെ കൂടുതൽ ധാരാളമായിട്ടുള്ള ഇത്തരത്തിലുള്ള മെഡിസിൻ ഒക്കെ കഴിക്കുന്ന അവസ്ഥയിൽ വരുമ്പോഴാണ് ഇവർക്ക് ഡിമെൻഷ്യ പോലെ, അതായത് അവരുടെ ഓർമ്മക്കുറവ്. സാധാരണ വെന്റിലേറ്ററിന് ശേഷവും ഇവർക്ക് റിക്കവർ ചെയ്ത് വന്നാലും എന്താണ് ഇവർക്ക് ചിലപ്പോൾ ചില ഓർമ്മക്കുറവുകളൊക്കെ വരാനായിട്ട് സാധ്യത. കാരണം സ്വാഭാവികമായിട്ടും ഇവരുടെ സാധാരണ രീതിയിലുള്ള ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം ഇവർക്ക് നിർവഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവര് മയങ്ങി കിടക്കുന്ന അവസ്ഥയിലാണ് ഈ വെന്റിലേഷന്റെ സഹായത്തിൽ കിടക്കുന്നത്. അപ്പൊ അവരതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുമ്പോഴും അവർക്ക് അതിൻ്റെതായ ഡിമെൻഷ്യ പോലെയുള്ള ഓർമ്മക്കുറവ് പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത. അതെല്ലാം ഫ്ലൂയിഡ് ഓവർലോഡ്, അതായത് എന്താ പറയുന്നത്, കൂടുതലായിട്ട് ഫ്ലൂയിഡ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി കുറെ ഫ്ലൂയിഡുകളുണ്ട് അല്ലേ, നമ്മുടെ ദ്രാവക രൂപത്തിലുള്ള കുറെ ഫ്ലൂയിഡുകളുണ്ട്. അപ്പൊ അത് കൂടുതലായിട്ട് വരാനായിട്ട് ഈ ചൂടുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണ് ബോഡി നാച്ചുറൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതലായിട്ട് ഈ ഫ്ലൂയിഡുകളെ പ്രൊഡ്യൂസ് അല്ലെ. ഇപ്പൊ കഫമാണെങ്കിലും അല്ലെങ്കിൽ വിധികളാണ്, അതൊക്കെയാണെങ്കിലും കുറെ വഴുവഴുപ്പുള്ള കുറെ ഫ്ലൂയിഡ്സ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദിസ് ക്യാൻ ബി കോസ്ഡ് ബൈ എ കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ ഡ്രഗ് ടോക്സിസിറ്റി ആൻഡ് റിനിയൽ ഫെയിലിയർ. അതായത് ഇത്തരത്തിൽ കൂടുതലായിട്ടുള്ള വരുമ്പോഴും ഫ്ലൂയിഡ് കുറെ വരുമ്പോഴേ നഷ്ടം സംഭവിക്കാം. ഇതിന്റെ മയങ്ങി കിടക്കുന്ന അവസ്ഥ അത് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരും അല്ലെ.
മയക്കുമരുന്ന് തന്നെയാണ് ഇൻഫ്യൂഷൻ എന്നുള്ളത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം കൊടുക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടുള്ള ഫുഡ് ഫോം ചെയ്യാനായിട്ട് സാധാരണ നമ്മള് ഭക്ഷണം കഴിക്കുന്നില്ല. ഇൻഫ്യൂഷൻസ് അതായത് മയക്കുമരുന്ന് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത് മയങ്ങി കിടക്കുന്ന ആ ഒരു ടോക്സിറ്റി കൊടുക്കുന്ന അവസ്ഥ. ഓക്കെ, അപ്പൊ അത് വരുമ്പോഴേക്ക് എന്താണ് കൂടുതൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ലങ് ഇഞ്ചുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം, കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ലങ്സിന് എന്തെങ്കിലും ഒഴിവ് സംഭവിക്കുന്ന അവസ്ഥ അല്ലെ. വെന്റിലേറ്റർ ക്യാൻ കോസ് ലങ് ഡാമേജ്. ദിസ് ക്യാൻ ഒക്കർ ഫോർ സെവറൽ റീസൺസ്. വെന്റിലേറ്റർ കാരണം എന്താണ് കുറച്ച് ലങ്സ് ഇങ്ങനത്തെ ഈ ഇത്തരത്തിലുള്ള ലങ്സ് ഇഞ്ചുറീസ് ലങ്സിന്റെയൊക്കെ മുറിവ് വരാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്ന് താഴെ പറയുന്നു. എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് നോർമലി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ശ്വാസം എടുക്കുന്ന സ്വമേധയ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാൽ കുറച്ച് അല്ലെ സാധാരണ രീതിയിൽ ശ്വാസം എടുക്കുന്നത് കുറവ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു എയർ ഇതാണ്, എയർ കൃഷിയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താണ് ഒരു നോർമൽ രീതിയിൽ ഇങ്ങനെ എയർ കൃഷിയും പരിപാലിച്ചിരിക്കും എങ്ങനെ ചെയ്യാൻ. അപ്പൊ ഈ നോർമലി നമ്മുടെ ശ്വാസം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നത്, അത് ലങ്സ് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നത് എന്ന് പറയുന്നത് അത് ചില അസ്വാഭാവിക രീതിയിലായിരിക്കും അല്ലെ. നമ്മൾ എപ്പോഴും ചിലപ്പോൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നുകൊണ്ടിരിക്കും. നമുക്ക് സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരവസ്ഥയാണ്. എയർ സീപ്പ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ. അതായത് എയറിന്റെ സീപ്പ് എന്ന് വെച്ചാൽ ഒഴുക്ക്. ആ ഒഴുക്ക് എന്ന് പറയുന്നത് ഏതൊക്കെ സ്പേസിലൊക്കെ എയർ പോകാവോ ആ സ്പേസിലൂടെ ഒക്കെ എയർ പോകാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. ലങ്സിലൂടെ മാത്രമല്ല അവിടേക്കാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എയർ കൊടുക്കാന്നുള്ളത്. പക്ഷെ അതിന്റെ ഒഴുക്ക് ചിലപ്പോ ആണെങ്കിൽ എന്താണ് ചെസ്റ്റ് വാളിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഓക്സിജൻ, അതൊക്കെ എന്താണ് ലങ് ഇഞ്ചുറി ലങ്സിന്റെ മുറിവുകൾ വരാനുള്ള സാധ്യതയുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഈ ഓക്സിജൻ ടോക്സിറ്റി, ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്, അതായത് ചിലപ്പോൾ കൂടുതൽ അധികമായിട്ട് ലങ്സിലേക്ക് ഓക്സിജന് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സാധാരണ കൂടുതലായിട്ട് ഓക്സിജൻ അവർക്ക് എന്താ പറയുക എയർ പുഷ് ചെയ്ത് പോകുന്നത് കൊണ്ട്. എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. അതായത് എയറിന്റെ പ്രഷർ എന്ന് പറയുന്നത് സമ്മർദ്ദം എന്ന് പറയുന്നത് ലങ്സിൽ ഗോയിങ് ഒരു ബിയോണ്ട് നോർമൽ ലിമിറ്റ്. നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ എന്താ നമുക്ക് നമ്മളുടേതായ മതിയായ രീതിയിൽ നമ്മൾ ശ്വാസം എടുക്കും, പുറത്തല്ലേ ചെയ്യുന്നത്. മറ്റൊന്നിന്റെ ഹെൽപ്പ് ആവശ്യമില്ല. അതേസമയം ഇതെന്ന് പറയുന്നത് ഒരു നോർമലി അവർക്ക് ഇന്ന രീതി ആ മെഷീന് ഇന്ന രീതിയിലായിരിക്കും എയർ പുഷ് ചെയ്യുന്നത്. ആ വ്യക്തിയുടെ കപ്പാസിറ്റി എത്രത്തോളമാണോ അതൊന്നും നോക്കിയിട്ടല്ല, ഒരു മിനിമം ഓക്സിജൻ ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ളതെന്നുള്ള കണ്ടീഷനിൽ നോർമലി അത് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് വരുന്നത് കൊണ്ടാണ് എന്ത് ലങ് ഇഞ്ചുറീസ് ലങ്സിന് ഇഞ്ചുറീസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് അതിന്റെ വികസനവും സങ്കോചവുമായിട്ടുള്ള പ്രവർത്തനങ്ങള് അത് ഏറെക്കുറെ എന്താണ് നമ്മൾ എടുക്കുന്ന ശ്വാസം വലിച്ചെടുക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ ലങ്സ് വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ഇവിടെ നടപ്പാക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എയർ ലങ്സ് ഇഞ്ചുറീസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്സിജൻ ഡോക്സൈഡ് ഇൻഫ്ലുവൻസ്, അതായത് കൂടുതൽ ഓക്സിജൻ അളവ് കൂടുതൽ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുവഴിയും ലങ് ഇഞ്ചുറീസ് വരാനായിട്ടുള്ള സാധ്യത. മൂന്ന് കാര്യങ്ങളുടെ ലങ്സിന്റെ ഒഴുക്ക് ഓക്സിജന്റെ ഒഴുക്ക്, ആ എയറിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത് നിയന്ത്രണാതീതമല്ല. അതായത് നമ്മള് സ്വമേധയാ ലങ്സിലേക്കാണ് കൊടുക്കുന്നതെങ്കിലും ഏതൊക്കെ പ്ലേസിലുണ്ടോ ആ പ്ലേസിലെല്ലാം കൂടി ഈ എയർ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് ലങ് ഇഞ്ചുറി വരാം. അല്ലെങ്കിൽ നോർമൽ ലിമിറ്റിനേക്കാളും ഇതായിട്ട് സാധാരണ വ്യത്യസ്തമായിട്ട് വ്യക്തിക്കുള്ള നോർമൽ ലിമിറ്റിനേക്കാൾ അധികമായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എയർ പ്രഷർ ഉണ്ടാവാം, അപ്പോൾ ലോങ് ഇഞ്ചുറി വരാം. പിന്നെ ഓക്സിജൻ ടോക്സിറ്റി, കൂടുതൽ ഓക്സിജൻ ലഭിക്കുന്നത് കൊണ്ട് എന്താണ് ലങ് ഇഞ്ചുറീസ് വരാനായിട്ടുള്ള സാധ്യത. പിന്നെ നമുക്കൊരു ലാസ്റ്റ് ടോപ്പിക് കൂടി ഉള്ളൂ. ഇതാണ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ലാസ്റ്റ് ടോപ്പിക് കൂടി നോക്കാം, അതിന്റെ ഇടയിൽ ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് മാസ്ക് വഴി. നമ്മളിപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ മാസ്ക് വെച്ചിട്ടുണ്ട്, അപ്പോൾ വെന്റിലേഷന്റെ സൗകര്യം കൂടി വെക്കുന്നത്. അതുവഴി തന്നെയാണ് അതിന്റെ വെന്റിലേഷന്റെ ആവശ്യകത വന്നാൽ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയി തോന്നുന്നു. ഇൻ കേസ് മാസ്ക് ഉപയോഗിക്കാൻ പറ്റാത്തവരാണ് എന്താ ഈ ട്യൂബ് വഴി വെന്റിലേഷൻ സൗകര്യം ഉപയോഗിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഡൗട്ടുകൾ വേറെ ഒന്നും അതിൽ ചോദിച്ചില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം ആയതുകൊണ്ടായിരിക്കാം. ഇനിവേ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് കൂടി നോക്കാം. ഹു അറ്റൻഡ്സ് ടു ദ ഞാനത് ഒന്നുകൂടി ഡിസ്കസ് ചെയ്തിട്ട് പറയാം. കാരണം വില്ലേജ് ബേസിക് സെക്കൻഡ് മൊഡ്യൂളിലേക്കാണ് ഇനി കയറേണ്ടത്. നിങ്ങൾക്ക് വലിയ ചാപ്റ്റർ എടുക്കണോ ചെറിയ ചാപ്റ്റർ എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. വില്ലേജ് വേസ്റ്റും നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഉണ്ട്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ എടുത്തു വെച്ചു. ഇപ്പോ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന ചാപ്റ്റർ നിങ്ങളൊന്ന് നോക്കി വെച്ചേ. അടുത്ത മൊഡ്യൂളിലെയാണ്, ഫസ്റ്റ് ഇതിലല്ല. അപ്പൊ എന്താണ് നമ്മളുടെ അറ്റൻഡൻസ് ടു ദ പേഷ്യന്റ് ഓൺ മെക്കാനിക്കൽ വെന്റിലേറ്റർ ആണ് ഇതിൽ പറയുന്നത്. മെക്കാനിക്കൽ വെന്റിലേറ്റർ ആരാണ് അറ്റൻഡ് ചെയ്യേണ്ടത്? പേഷ്യൻസ് who are mechanically ventilator care providers like physician, anesthesiologist, pulmonary specialist, physiotherapist, then or respiratory therapist and nurses are liable to take care of them. അതായത് വെന്റിലേറ്റർ യൂസ് ചെയ്യുമ്പോൾ ആരൊക്കെ കെയർ ചെയ്യണം, ഇവരെല്ലാവരും, അതായത് ഈ പറഞ്ഞ വ്യക്തികളെല്ലാം ആവശ്യമായിട്ട് വരും അല്ലെ. വെന്റിലേറ്റർ യൂസേജ് വെന്റിലേറ്റർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവരെല്ലാം വളരെ കെയർ ആയിട്ട് രോഗികളെ പരിചരിക്കുമ്പോൾ അറിയാം വെന്റിലേറ്ററോട് കൂടിയിട്ടാണ് ഈ രോഗി ശ്വാസം നിലനിർത്തുന്നതെങ്കിൽ ഈ വ്യക്തികളെ പുതിയ ലെവലിലുള്ള വ്യക്തികൾ എന്താണ് അവര് അതിൽ കൂടി കെയർഫുൾ ആയിരുന്നു. അതായത് നമുക്കറിയാലേ ഒരു ഇത് കൂടിയിട്ടാണ് കിടപ്പ് രോഗിയാണ് എന്നുള്ള രീതിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ ഫിസിഷ്യൻ പരിശോധിക്കുമ്പോൾ തന്നെ അറിയാമോ ചില പ്രോബ്ലംസ് ഒക്കെ ഈ വ്യക്തിക്ക് വരാൻ സാധ്യതയുണ്ട്. ഇവർക്ക് കഫക്കെട്ട് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കിടന്ന കിടപ്പായതുകൊണ്ട് അത്തരത്തിലുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഫിസിഷ്യന് അറിയാൻ പറ്റും ഈ രോഗിക്ക് ഇന്ന ഫാക്ടേഴ്സ് വരാനാണ്. അവരതുകൊണ്ട് അതിനനുസരിച്ചുള്ള കെയർഫുൾ ആയിരിക്കണം. അനസ്തെറ്റിക്സ്, ഇവർക്ക് അതേമാതിരി അനസ്തെറ്റിക്സിലും അറിയാം. ഇത് ഇങ്ങനത്തെ വ്യക്തികളായതുകൊണ്ട് ഇവർക്ക് അനസ്തേഷ്യ കൊടുക്കുമ്പോഴൊക്കെ കെയർഫുൾ ആയിരിക്കാം. അതുപോലെ തന്നെ പൾമണറി സ്പെഷ്യലിസ്റ്റ്, ഇവർക്ക് ശ്വാസവുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഉണ്ട് അല്ലെ, ലങ്സിന് ഇത്തരം പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് അവരും ആ സ്പെഷ്യലിസ്റ്റും അവര് നേരാവണ്ണം ഇതിനെ കെയർഫുൾ ആയിട്ടായിരിക്കും ഈ രോഗിയെ പരിശീലിക്കുക. അതേമാതിരി തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ്, നമുക്കറിയാം കിടപ്പ് രോഗികൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഇടയ്ക്കിടയ്ക്ക് അവരെ വന്ന് എന്താ പറയുക ചിരിച്ചു മറിച്ചൊക്കെ കിടത്തി അവർക്ക് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി അത് എന്താണ് ഫിസിയോതെറാപ്പിസ്റ്റിന്റെയാണ്. ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു ശ്വാസകോശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അതേമാതിരി തന്നെ ഇവർക്ക് എന്താ പറയുക നമ്മുടെ സംസാരിക്കുന്ന വോക്കൽ കോഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെറാപ്പികളൊക്കെ കൊടുക്കേണ്ടതുണ്ടോ? അതായത് ഇവർക്ക് റിക്കവർ ചെയ്തിട്ട് ഈ രോഗിയെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പ് ഒരു വെന്റിലേറ്റർ സൗകര്യം മാറ്റിയിട്ട് ചിലപ്പോൾ ഈ രോഗിയെ സ്വമേധിയ ശ്വാസനത്തിന് കിട്ടുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അവർക്ക് ഈ ഇത്തരത്തിലുള്ള ഡോക്ടേഴ്സിന്റെ ഒക്കെ പരിചരണം മസ്റ്റായിട്ട് ആവശ്യമില്ല. കാരണം കുറച്ച് എക്സസൈസുകളോ അല്ലെങ്കിൽ വോക്കലായിട്ടുള്ള പ്രോബ്ലംസ് മാറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലങ്സിന് ബ്രീത്ത് കൂട്ടാതെ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് അല്ലെ ചിലപ്പോ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിലൊക്കെ ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യും നിങ്ങൾ ശ്വാസം കൂടുതൽ ഇങ്ങനെ എടുത്ത് നിൽക്കണം, കുറച്ചു നേരത്തേക്ക് കുറച്ചു നേരം പിടിച്ചെടുത്തിട്ട് വേണം ശ്വാസം അല്ലെ. നമ്മുടെ എന്താ പറയുക യോഗയിലൊക്കെ ചെയ്യുന്ന മാതിരത്തെയുള്ള കുറച്ച് എക്സസൈസ് ഒക്കെ അവരെ നിർദ്ദേശിക്കും. അപ്പൊ ഇതെല്ലാം എന്താണ് ഇത്തരത്തിലുള്ള വെന്റിലേറ്റർ യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ഡോക്ടേഴ്സ് കൊടുക്കുന്ന കാര്യങ്ങളാണ്, കെയർഫുൾ ആയിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതേമാതിരി നഴ്സുമാർ, നഴ്സസ് ആർ ലൈബിൾ ടു ടേക്ക് കെയർ ഓഫ്. ഇവരെല്ലാം നന്നായി തന്നെ കെയർ ചെയ്യേണ്ടതാണ്. എന്താണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇവരെ ശ്വസിക്കണമെങ്കിൽ അതിനുശേഷമാണെങ്കിലും ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും പരിചരിക്കുകയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നു. ലാസ്റ്റ് ഇതിൽ പറയുന്നത് ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ, അതായത് അതിന്റെ ഇതിൽ മസ്റ്റായിട്ട് ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ദ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ് ടു ബി ആണ് പീരിയോഡിക്കൽ, അതായത് എന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ അല്ലെ ഈ മെഷീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നടത്തണം. അത് പീരിയോഡിക്കലി അത്
കറക്റ്റ് ആയിട്ട് ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം നമുക്കറിയാം ഈ വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടിയാണ് ഈ വ്യക്തി ശ്വാസം തന്നെ നിലനിർത്തുന്നത്. ശ്വാസം എന്ന് പറയുന്നത് അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാം. There are available of well-trained staff in care of a patient with ventilator. ഇനി എന്തെങ്കിലും സ്റ്റാഫുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വെന്റിലേറ്റർ യൂസ് ചെയ്യുന്ന പേഷ്യൻസിനെ പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കേണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കണം. സ്ട്രിക്ട് പ്രോട്ടോകോൾസ് ഇൻ ദ കെയർ ഓഫ് വെന്റിലേറ്റർ പേഷ്യൻസ്. അതായത് എങ്ങനെയാ നമുക്കറിയാം, വെന്റിലേറ്റർ പേഷ്യൻസിന് സംസാരിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ആദ്യമേൽ ചലിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയുമ്പോൾ ട്യൂബ് ഉപയോഗിച്ച് വെന്റിലേറ്റർ ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾ കൊടുക്കണം. നിങ്ങൾ റൈസ് ട്യൂബിലൂടെ ഇത്രയേറെ ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ അവരെ വെള്ളം കുടിപ്പിക്കണം, അല്ലെങ്കിൽ എന്താണ് വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ചേച്ചി കിടക്കണം, അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളുണ്ടാവും. അപ്പൊ ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോളുകളെല്ലാം പാലിക്കണം. സഫിഷ്യന്റ് റിസോഴ്സസ് ഷുഡ് ബി അവൈലബിൾ. അതായത് നമുക്കറിയാം, നേരത്തെ പറയാൻ അത് നമ്മള് യൂസ് ചെയ്യുന്ന ചിലപ്പോൾ മാസ്ക് ഉപയോഗിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ട്യൂബ് ഉപയോഗിച്ചിട്ടായിരിക്കും. എന്തായാലും അത് മസ്റ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് ഇവരെ കയ്യിൽ ഉണ്ടായിരിക്കണമെന്ന് ഉറപ്പുവരുത്തണം. ഇതെല്ലാം എന്താണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട വെന്റിലേറ്റർ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും മനസ്സിലാക്കി വെക്കേണ്ടതും ഒപ്പം തന്നെ ഒരു കൈവശം ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒരു ചെറിയ ചക്രാണ്, എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് എന്താ പറയാ, മോക്ക് ടെസ്റ്റിലൂടെ നമ്മൾ മിക്കവാറും വരുന്ന ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ട തന്നെയായിരിക്കും. കാരണം അത് നമുക്കുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നെല്ലാം ക്യാച്ച് ഓവർ ചെയ്യുന്നതൊക്കെ ആയിരിക്കും. എന്തെങ്കിലും മോക്ക് ടെസ്റ്റ് വഴി നിങ്ങൾക്ക് അത് മനസ്സിലാക്കി വെച്ച് പോകാവുന്നതായിരിക്കും. ഇത് നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരുന്നതിന് ഞങ്ങൾക്ക് തന്നെ ആയിട്ടല്ല, പക്ഷെ ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എന്താ പറയാ നമ്മളിത് കവർ ചെയ്ത് പോകണം അല്ലെ. ഓരോ ഗ്രൂപ്പ്സുകളും കവർ ചെയ്ത് ഇത്ര ടൈമിലുള്ള നിങ്ങൾക്ക് എക്സാമിന് ചെയ്യണം. ആ എക്സാമിനോടൊപ്പം തന്നെ നിങ്ങൾ ക്യാച്ച് ചെയ്യും. കാരണം ഒരിക്കലും ഫൈനൽ എക്സാം അല്ല, നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് പേപ്പർ വൈസ് എക്സാം ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് മോഡൽ എക്സാം ഉണ്ടാവും, അത് പേപ്പർ വൈസ് ആയിട്ട്. മൊഡ്യൂൾ വൈസ് 2 മൊഡ്യൂൾസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം വരിക, പിന്നെ പേപ്പർ വൈസ് എക്സാം മോഡൽ ഉണ്ടാവും, പിന്നെയാണ് ഫൈനൽ എക്സാം. എന്തായാലും അതിനൊരു ട്രെയിനിങ് എന്ന നിലയിൽ അത് കാണാം. ഒപ്പം തന്നെ മോക്ക് ടെസ്റ്റ് നമ്മളോട് ക്ലാസ്സിൽ മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പൊ അതിലൂടെയും നിങ്ങൾക്ക് എന്താ പറയുക എക്സാമിന് അംഗീകരിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇന്നിപ്പോ ടൈമുള്ള മാതിരി എപ്പോഴും കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ടാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് വളരെ ചെറിയ ചാപ്റ്റർ ആണ്. വെന്റിലേറ്റർ നിങ്ങൾക്കാണെങ്കിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമൊക്കെ ആയതുകൊണ്ട് പ്രഷർ ഹീറ്റും വെന്റിലേറ്ററൊക്കെ ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ നമ്പറിൽ അറിയാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മാനേജ്മെന്റ് ആയിട്ട് എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ഡീൽ ചെയ്തായിരിക്കും നല്ലത്. കാരണം അവർക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ മിക്കവാറും നിശ്ചയമൊക്കെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവരും നേരത്തെ ഇതിന് മുമ്പ് എല്ലാവരും എക്സാമിനെ കുറിച്ചിട്ടൊക്കെ തന്നിട്ടുണ്ടാവും. മിക്കവാറും അല്ലെങ്കിൽ ആ വീഡിയോസ് കണ്ടാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും ക്ലാസ് എങ്ങനെയാണ് തന്ന നിർദ്ദേശങ്ങളൊക്കെ. അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ടേക്ക് എന്ന് പറയുന്നത് പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ടു ബി കാരണം പീരിയോഡിക്കലി എന്തെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ എക്യുപ്മെന്റ്സ് വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് പീരിയോഡിക്കലി അതായത് ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്തുകൊണ്ടിരിക്കണം. ട്രെയിൻഡ് സ്റ്റാഫ് കെയർ ഓഫ് പേഷ്യൻസ് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് അവരെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കണം നോക്കേണ്ടത് അല്ലെ. അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സംസാരിക്കാനോ ചലിക്കാനോ സാധിക്കും. അപ്പൊ ട്രെയിനിങ് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഉണ്ടായിരിക്കണം ആ വ്യക്തികൾക്ക്. സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ ദ കെയർ ഓഫ് വെന്റിലേറ്റർ പേഷ്യൻസ്. വെന്റിലേറ്റർ പേഷ്യൻസിന് അതിൻ്റെതായ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ടാവും അല്ലെ. അവർക്ക് ഭക്ഷണം ഇന്ന സമയത്ത് എത്തിക്കണം, ഇന്ന സമയത്ത് ട്യൂബിലൂടെയൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായ പ്രോട്ടോകോൾ ഉണ്ടാവും, മെഡിസിൻ കൊടുക്കേണ്ട ടൈം ഉണ്ടാവും. അതേമാതിരി തന്നെ എന്തെങ്കിലും തെറാപ്പികൾ ഫിസിയോതെറാപ്പി പോലത്തുള്ള തെറാപ്പികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ആ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യണം. സഫിഷ്യന്റ് റിസോഴ്സസ് ഷുഡ് ബി അവൈലബിൾ. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങൾ അല്ലെ നമുക്ക്
മാസ്ക് ആണെങ്കിലും വെന്റിലേറ്റർ ആണെങ്കിലും ഉപയോഗിക്കുന്ന ട്യൂബ് ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും. എന്തൊക്കെയാണ് അതിൽ നമ്മൾ പറയില്ലേ, നമ്മൾക്ക് റിസോഴ്സ് നമ്മുടെ പേഷ്യന്റിന്റെ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ്, വെന്റിലേറ്ററിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ അവൈലബിൾ ആക്കും. അപ്പൊ അവര് പറയാണ് പുതിയൊരു മാസ്ക് വേണം, അല്ലെങ്കിൽ പുതിയൊരു ട്യൂബ് നമുക്ക് വ്യക്തിക്ക് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലഭ്യമാക്കി കൊടുക്കണം. സഫീഷ്യന്റ് റിസോഴ്സസ് ഷുഡ് ബി അവൈലബിൾ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ എന്താ പറയണം പോകേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടെസ്റ്റുകൾ നിങ്ങൾക്ക് തരുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് അതായത് നമുക്ക് പോർഷൻസ് കവർ ചെയ്യേണ്ടതും നിങ്ങൾക്ക് എക്സാം വിട്ട് നിങ്ങൾക്കൊന്നെന്ന് പറയണ എക്സാം ഇങ്ങനെ വരുന്നതെന്നുള്ള മോഡൽ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പോർഷൻസ് കവർ ചെയ്ത് നിങ്ങൾക്ക് എന്താ അതിനനുസരിച്ചുള്ള എക്സാം ഒക്കെ ഇട്ട് നിങ്ങൾ ഓക്കെ ആക്കി പറ്റും. അപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ഇത് കഴിയുമ്പോൾ ഫസ്റ്റ് 2 മൊഡ്യൂൾസ് കഴിയുമ്പോൾ എന്താ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടാവും. അപ്പൊ ആ എക്സാമിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഫൈനൽ എക്സാമിന് മുമ്പ് 2-3 എക്സാമുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് അഭിമുഖീകരിക്കാൻ പറ്റും. ക്ലിയറായി വിചാരിക്കണോ? എന്തെങ്കിലും എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾ മാമിനോട് അല്ലെങ്കിൽ മാനേജ്മെന്റിനോട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ല എങ്കിലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എനിക്ക് രാവിലെ മിസ് ഇല്ലാത്ത അതുകൊണ്ട് ഇതേമാതിരി കണ്ടിന്യൂ ചെയ്യേണ്ട വന്നായിരുന്നു. എനിവേ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചാപ്റ്റർ വലിയ ബോറായിട്ട് തോന്നിയോ നിങ്ങൾക്ക്? ചാപ്റ്റർ കണ്ടിന്യൂസ് എടുക്കാറ് ബോറായിട്ട് തോന്നിയോ? ശരി, നമുക്ക് നെക്സ്റ്റ് ടൈമിൽ കാണാം. അപ്പൊ നിങ്ങളെ ലാസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ എടുത്ത് വയ്ക്കാം. താങ്ക് യു.